പ്രതീക്ഷിക്കാത്തൊരു ടൈമാണ്. ദൈവം സഹായിക്കട്ടെ. ഒരിക്കൽ കൂടി നന്ദി വന്ദനത്തെ അറിയിക്കുന്നു. इस प्रकार जो अवसर दिया उसके लिए मैं परमेश्वर को धन्यवाद देती हूँ. सॉरी एंड वॉइस इचराड़निरिक्कुवाണ്. हमने सोचा नहीं था, लेकिन जब ऐसा एक मौका दिया इसके लिए मैं परमेश्वर के तहे दिल से धन्यवाद देती हूँ. ദൈവം നമ്മളോട് സംസാരിക്കും. ആദ്യം തന്നെ ഓരോരുത്തരോട് ആലോചന പറയണമെന്നാണ് ആൻറ്റി പറഞ്ഞേക്കുന്നത്. പ്രാർത്ഥനയോടെ ഈ സമയം ആയിരുന്നാൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. എന്നോട് ദൈവാത്മ സംസാരിച്ചൊരു ദൈവശബ്ദത്തിൻ്റെ പിറകെ ഞാൻ 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 8-ാം വാക്യം തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഏലിയാവിനെ ദൈവം കെരീറ്റിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് പ്രത്യേക നിയോഗത്തോടെ ഒരു വീടിനകത്തോട്ട് ഒരു വീട്ടിലേക്ക് കൊണ്ടുപോകുകയാണ്. ഈ വീട്ടിലേക്ക് പോകണമെങ്കിൽ പേര് മാത്രമേ പറഞ്ഞുള്ളൂ, ഇടം മാത്രമേ പറഞ്ഞുള്ളൂ, അത് കണ്ടുപിടിക്കണം. അപ്പോൾ എന്നോട് ദൈവാത്മാവ് സംസാരിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മളെ പരിശുദ്ധാത്മാവ് നമ്മളെ നിയന്ത്രിക്കാൻ പോകുകയാണ്. ओके. परमेश्वर की आत्मा आप में से प्रत्येक लोग से बात करना चाहेंगे. अगर आप प्रार्थना पूर्वक बैठेंगे तो परमेश्वर की आत्मा जरूर आपसे बात करेंगे. आज कुछ बोलने से पहले परमेश्वर ने जो बात बोलने से पहले एक आयत से वो बताना चाहती है. पहला राजा उसका 17वां अध्याय का 8वां आयत से लेके उसमें बता रहा है कि एक जगह बताया, एक घर बताया, लेकिन कहाँ कैसे वो नहीं बताया है. ഒന്നാമത് നമുക്ക് അവിടെ കാണുന്ന ദൈവശബ്ദം പറഞ്ഞപ്പോൾ തന്നെ പ്രവാചകൻ എഴുന്നേറ്റ് യാത്ര ചെയ്യുന്നതായി കാണുന്നു. കണ്ടോ, നമുക്കറിയാം പ്രവാചകൻ എഴുന്നേറ്റിട്ട് 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ എഴുന്നേറ്റ് സാരാഭാത്തിന് പോയി. അവൻ പട്ടണത്തിങ്കൽ എത്തിയപ്പോൾ അവിടെ ഒരു വിധവ വിറക് പെറുക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇറങ്ങി എഴുന്നേറ്റ് യാത്ര ചെയ്യാൻ തയ്യാറായാൽ നമുക്ക് കാണുന്നു നമ്മളെ എതിരേൽക്കുന്ന അല്ലെ പട്ടണത്തിലേക്ക് കയറക്കുമ്പോൾ തന്നെ എന്തിനു വേണ്ടിയാണോ എഴുന്നേറ്റത്, എന്തിനു വേണ്ടിയാണോ പുറപ്പെടാൻ പറഞ്ഞത്, എന്ത് ദേശത്തോടെയാണോ പുറപ്പെടാൻ പറഞ്ഞത്, ആ വ്യക്തിയുമായി കൂടിക്കാണുകയാണ്. Amen. जिस प्रकार परमेश्वर की आवाज एलिया सुनकर वो उठा और वो जैसे ही गया नगर के फाटक में 10वां आयत में इस प्रकार लिखा है, वो वहां से चल दिया और साराफात को गया. नगर के फाटक के पास पहुंचकर उसने क्या देखा, एक विधवा लकड़ी बीनती हुई. अगर हम परमेश्वर की आवाज सुनकर निकलेंगे, जिस कार्य के लिए गए हैं, जिस बात के लिए गए, उसका सामना या उसका मिलन वहां पे हमें उठ के जाना है. ഇത് വചന ശുശ്രൂഷയല്ല കേട്ടോ, ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ്. എന്നാൽ ദൈവം നമ്മുടെ മേലിട്ടിരിക്കുന്ന ദൈവിക പദ്ധതി ഇന്ന് പകൽ എന്താണോ ദൈവം ചെയ്യാൻ പോകുന്നത് അതൊന്ന് പറയാനായിട്ട് മാത്രമായി വാക്ക് ദൈവം ഞാൻ ഇതുവരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് കാണുന്നു പ്രവാചകൻ ചെന്ന് സാരാഭാത്തിലെ വിധവയെ കാണുന്നു. വിധവയോട് എന്താണോ താൻ പറയേണ്ടത്, എന്താണോ തന്നിലൂടെ ചെയ്തു തീർക്കേണ്ട വേടിനെ വാക്കിനെ റിലീസ് ചെയ്തപ്പോ അവിടെ ഒരു ദൈവിക വിടുതൽ നടക്കുന്നതായി കാണുന്നു. यहाँ पे मैं एक वचन को बांटने के लिए नहीं, लेकिन आज परमेश्वर हमसे जो बात करना चाहता है वचन भविष्यवाणी के द्वारा, उसकी मैं तैयारी, उसके लिए मैं आप लोग को लेके जा रहा हूँ. जब परमेश्वर के दास वहां पहुंचे, उसकी शुरुआत कर क्या करना है, किस शब्द को वहां बोलना है, जब वो उसकी शुरुआत करता है तो वहां पे परमेश्वर का कार्य रिलीज या परमेश्वर की कार्य निकलते हुए हम देखते हैं. അങ്ങനെയാണ്. വിശ്വസിക്കാമോ? ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ വിഷയത്തെ തൊടുക തന്നെയല്ല, ആ വിഷയത്തിനൊരു മറുപടിയും കൂടെ തരുന്ന ദിവസമാകട്ടെ. आज आपके विषय को छूने वाला ही नहीं, परंतु आज आपके विषयों के सामने परमेश्वर आपको उत्तर देगा करके हम विश्वास करते हैं. ആശാന്റി വിശ്വസിക്കുന്നു? आशा आंटी आप विश्वास करती हैं? എന്നോട് ദൈവാത്മാവ് തുടക്കത്തിലെ പരിശുദ്ധാത്മാവ് പറയുന്നു, എന്നോട് ദൈവാത്മാവ് പറഞ്ഞത് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 27-ാം അധ്യായത്തിനകത്ത് അവിടെ ആശ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ആശ
അറ്റുപോകുമ്പോ അവിടെ ദൈവത്തിന്റെ ആത്മാവ് പ്രവാചകനായ അല്ലെങ്കിൽ അഭിഷക്തനായ അല്ലെങ്കിൽ അപ്പോസ്തോലനായ പൗലോസിനോട് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി സംസാരിക്കുന്ന ഒരു ദൈവശബ്ദം നമുക്ക് കാണാം. I think Ashanti Malayali assistant. ആണോ? ഓക്കെ, നോക്കട്ടെ. അപ്പൊ ആന്റി ദൈവാത്മാനോട് പറയുന്ന ഒരു വാക്ക് പറയാം. ദൈവത്തിന്റെ ശബ്ദം നിമിത്തമാണ് അപ്പോസ്തലനായ പൗലോസ് യാത്ര ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് മനസ്സിലാക്കുന്നു, പോകുന്ന വഴിയിൽ താൻ സംസാരിക്കുന്ന, താൻ പറയുന്നത് കേൾക്കാതിരിക്കുന്ന ഒരു ഭാഗത്തെ നമുക്ക് കാണുന്നു. പലപ്പോഴും എന്ത് ചെയ്യുക, നമ്മൾ പറയുന്ന വ്യക്തവുമായി പറഞ്ഞാലും അംഗീകരിക്കാതിരിക്കുമ്പോഴും ദൈവാത്മാ പറയുന്നു, തകർന്നു തരിപ്പണമാകാൻ പോകുന്ന സാഹചര്യത്തിലും ദൈവത്തിന്റെ ഇടപെടൽ ഇതുവരെ നിർത്തി എന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു. തകർന്നു പോകേണ്ട സ്ഥാനത്ത്, തീർന്നു പോകേണ്ട സ്ഥാനത്ത് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് എന്നോട് ദൈവാത്മാ പറഞ്ഞു, ഈ ഒരു എന്റെ 246 പേരിരിക്കെ അല്ലെ 42 പേരിരിക്കെ അത്രയും പേരുടെ നടുവിൽ ഒരു പൗലോസിനെ എഴുന്നേൽപ്പിച്ച് ദൈവശബ്ദം പറഞ്ഞതുപോലെ ദൈവാത്മാവ് കുടുംബത്തിനകത്തളത്തി ഒറ്റയ്ക്ക് കർത്താവ് നിർത്തുമ്പോഴും തനിച്ചെഴുന്നേൽപ്പിക്കുമ്പോഴും ഒരു വലിയ ദൈവശബ്ദത്തിനകത്ത യാത്ര ചെയ്യുന്നതെന്നും ദൈവാത്മാ പറയുന്നു, പറഞ്ഞതിനെ കൊണ്ടെത്തിക്കുവാൻ ദൈവശബ്ദത്തെ പറഞ്ഞതിനെ അത് നിവർത്തിക്കുവാൻ കഴിവുള്ളവൻ. ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ ദിനങ്ങളിൽ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, 2025 12-ാം മാസം 3-ാം ദിവസം 3-ാം തീയതിയ ഈ പകൽ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, അവരുടെ കപ്പല് തകർന്നുപോയി. പക്ഷെ ഇന്ന് പകൽ ആത്മാവിനോട് പറയാൻ പറയുന്നു, പലകയുടെ മേളിൽ കയറ്റി എത്തിക്കേണ്ടടുത്ത് കൊണ്ടെത്തിക്കുന്ന ഒരു ദൈവം. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ ആ ഒരു ആത്മസാന്നിധ്യം ഇപ്പോൾ പ്രിയ ആശാന്റെ കുടുംബത്തിനകത്തളത്തിലേക്ക്, താൻ ബന്ധപ്പെട്ടു നിൽക്കുന്ന ഏരിയക്കകത്തേക്ക് വെളിപ്പെട്ടു തുടങ്ങേണ്ടതിനായി ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ദൈവാത്മ പറയുന്നു, ഭയങ്കരമായ ദൈവിക ശബ്ദം കുറച്ചും കൂടെ വ്യക്തമാക്കുന്നു. പൗലോസിനോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടത് ചുമ്മാതല്ല. രാത്രിയിൽ താൻ സേവിച്ചു വരുന്ന തന്റെ ഉടയവൻ തന്നോട് സംസാരിച്ചെന്ന്. അങ്ങനെയെങ്കിൽ നേരിട്ട് സംസാരിക്കുന്ന ദൈവശബ്ദത്തിനകത്തൂടെ യാത്ര ചെയ്യുന്നതെന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു. നേരിട്ട് ദൈവാത്മാവ് സംസാരിച്ച് നിലനിർത്തുന്ന ഒരു ദൈവിക സാന്നിധ്യത്തിനകത്താണെന്ന് ഇത് ദൈവാത്മാവിനോട് പറയുന്നു. ഈ പൗലോസിനെ പറ്റി ഞാൻ പറയുമ്പോ, പൗലോസ് സാധാരണ വ്യക്തിയല്ല. ഒരു വലിയ എൻകൗണ്ടർ കഴിഞ്ഞിട്ട് ദൈവിക പ്രവൃത്തിക്ക് വേണ്ടി തന്നെ എഴുന്നേൽപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ ദൈവാത്മാ പറയുന്നു, ഒരു യഥാർത്ഥ വെളിപ്പാട് കെട്ടിയ പൗലോസ് ചുമ്മാ ഇരുന്നില്ല കേട്ടോ ആന്റി. പരിശുദ്ധാത്മാ പറഞ്ഞു, ആശാന്റി ചുമ്മാ ഇരിക്കാൻ ദൈവം അനുവദിച്ചില്ല. തന്നിലൂടെ എന്തൊക്കെ ചെയ്തു തീർക്കാൻ ആഗ്രഹിച്ചോ അതിലേക്ക് ദൈവം നടത്തിയെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത് ഇപ്പോൾ സംഭവിച്ചു തുടങ്ങട്ടെ. ശാധാല വൈശപ്രഭാതര റിമനഘടക ശംധുന രഗൽഘടക ശൈഡപ്രഭാതര യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഒരു ദൈവിക സാന്നിധ്യം തന്റെ മുമ്പിൽ തുറന്നു വരാൻ ആത്മാവിൽ കൽപ്പിക്കുക. ശാഖാറ്റ വൈശം ഒരാത്മതലം ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രതികൂലത്തിന് നടുവിൽ എഴുന്നേൽക്കാൻ തക്കവണ്ണോ, പ്രതികൂലത്തിന് നടുവിൽ എഴുന്നേറ്റ് ചലിക്കാൻ തക്കവണ്ണോ ഒരു ദൈവിക സാന്നിധ്യം ഇപ്പോൾ വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ അബി എന്ന് പറയുന്ന ഡിബേഴ്സ് പ്രാർത്ഥിച്ചാട്ടെ. മലയാളമാണോ എനിക്കറിയില്ല, അറിയാം. ഓക്കെ, ശംധുന രഗൽക്കമല വൈശപ്രഭാതര രഗസ്മന. അപ്പാ ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് വരികയോ ഒരു ദൈവസാന്നിധ്യം ശാഖ ബരാഖ ശംധുന രഗസ്മന. എന്നോട് ദൈവാത്മാ പറയുന്നു, ഇപ്പൊ ദൈവത്തിന്റെ ആത്മാവിനോട് ഇങ്ങനെയാ പറയുന്നത്, ഈ യാക്കോവിന്റെ പേരിനെ മാറ്റി എവിടെ വെച്ചാന്നറിയാവോ? ലൂസിൽ വെച്ച് എന്ന് പറഞ്ഞ യാക്കോവ് ചെന്ന് എത്തിയ സ്ഥലത്തിന്റെ പേര് ലൂസ് എന്നാ. പക്ഷെ ദൈവം
ദൈവാത്മ പറയുന്നു അവൻ ചെന്നെത്തിയതും ആ സ്ഥലത്തിന്റെ പേര് മാറി ബഥേല്. ദൈവാത്മ പറയുന്നു അബിയാന്റെ ആത്മാവ്, നിങ്ങളുടെ പേരെന്നാന്ന് എനിക്കറിയില്ല, പക്ഷെ പരിശുദ്ധാത്മാവ് ഡിവേഴ്സിനെ നോക്കി പരിശുദ്ധാത്മ പറയുന്നു നിങ്ങൾ ചെന്ന് എത്തുന്ന, നിങ്ങൾ ആയിരിക്കുന്ന ഏത് ഏരിയക്കകത്തും പേര് ചേഞ്ച് ചെയ്യുവാൻ, മനുഷ്യന്റെ സ്വഭാവത്തിന് പോലും വ്യത്യാസം വരുത്തുന്ന ഒരു ആത്മസാന്നിധ്യത്തെ പരിശുദ്ധാത്മാവ് കൈമാറുവാൻ പോകുകയാന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് പറയാൻ പറയുന്നല്ലോ. ശാധാല വൈശപ്രഭാതര എന്നോട് ദൈവാത്മാവ് ലൂസ, പക്ഷേ പരിശുദ്ധാത്മാവ് പറയുന്നു താൻ കിടക്കുന്ന ഏരിയക്കകത്ത് ദൈവത്തിന്റെ പ്രസൻസ് അറിഞ്ഞുകൊണ്ടിരിക്കുകയെന്ന്. റാഖ മറാഖ വൈഡപ്രഭാതര ലാഷ്മാനിയ രഗൽക്കടക ശാന്തുന രഗസ്മന. അത് ഒറ്റയ്ക്ക് വിടുന്നതല്ല കേട്ടോ, തനിച്ച് വിടുന്നതല്ല കേട്ടോ. ചില സമയങ്ങളിൽ കർത്താവിന് നേരിട്ട് ചിലത് സംസാരിക്കാനുണ്ട്. എന്നൊരു ദൈവം പറഞ്ഞു അതിന് നിങ്ങളോട് കർത്താവ് പറയുന്ന ഒരു വാക്ക് പറയാ, മറ്റുള്ളവർ പറയുന്നതിനപ്പുറമായി ദൈവാത്മാവിനോട് പറയുന്നു നേരിട്ട് സംസാരിക്കുന്ന ദൈവശബ്ദത്തിനകത്താണെന്ന് പരിശുദ്ധാത്മ പറയുന്നു. റീഖാബ ശൈഡപ്രഭാതര റിമനഘടകി എന്താകുമെന്ന് ഉറപ്പോടെയാ സഞ്ചരിക്കുന്നതെന്ന് ഞാൻ പറയുന്നത് വ്യക്തമാകുന്നുണ്ടോ? ശാധാല വൈശപ്രഭാതര. ഓക്കെ, ആമേൻ ആമേൻ ആമേൻ. ഒന്ന് ഓണാക്കിക്കോ. ഷാധുനി രഗസ്മന ലാഷ്മാനിയ. മനസ്സിലാവുന്നുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. ശാധര വൈശപ്രഭാതര എന്നോട് ദൈവാത്മാവ് സൂര്യൻ അസ്തമിച്ചു എന്ന് തോന്നിയ സമയത്ത്, എന്ന് പറഞ്ഞാൽ മുൻപോട്ടൊരു വഴിയില്ല, മുൻപോട്ടിനി ഒരു വഴി എങ്ങനെ എന്തെന്നറിയത്തില്ലാതെ, എന്ന് പറഞ്ഞാൽ അസ്തമിച്ചു പോയ പോലെ ആയപ്പോ ദൈവാത്മാവ് അതിനകത്ത് വെളിപ്പെട്ടൊരു ദൈവസാന്നിധ്യമുണ്ടെന്ന്. അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോവിന്റെ ദൈവം ശന്തുന എന്നോട് ദൈവാത്മാവ് ഇങ്ങനെ ഒരു വെളിപ്പാട് കാണിക്കുന്നല്ലോ. വചനത്തെ പറഞ്ഞു, വചനം വായിച്ച് ദൈവാത്മാവ് സംസാരിച്ച ചില ദൈവിക സാന്നിധ്യം റിമന ഹദുര രഗൽക്കടക വചനത്തെ ഇങ്ങനെ കാണിക്കുന്നു. ഈ വചനം ഇങ്ങനെ തുറന്നിരിക്കുന്ന ഒരു ബൈബിളിന്റെ ദൈവാത്മാവ് കാണിക്കുന്നു. ഒരുപക്ഷെ ദൈവാത്മാവ് നിങ്ങൾ വചനത്തിനകത്ത് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ടാകാം. ശാധല വൈശപ്രഭാതര യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് ഈ ടൈമിനകത്ത് തന്റെ ദാസിയുടെ മേൽ ഒരു അസാധാരണമായ ദൈവിക തിരിവ്. എന്നോട് ദൈവാത്മാവ് ലൂസ് എന്ന് പറഞ്ഞ പട്ടണത്തെ ബദലാക്കിയതുപോലെ പരിശുദ്ധാത്മ പറയുന്നു പട്ടണത്തിന്റെ പേര് മാറും. ആമേൻ ആമേൻ. ശാഖ ബറാഖ ശാന്ധുരി ലാഷ്മാനിയ രഗൽക്കടക യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാനിത് പറയുമ്പോ എന്നോട് ദൈവാത്മ പറയുന്നു എന്റെ പേര് ഈ പട്ടണവുമായി എന്ന് പറഞ്ഞാൽ നമ്മൾ ദേശവുമായി കണക്ട് ചെയ്യുന്ന ഒരനുഭവത്തിലൂടെ കർത്താവ് കൊണ്ടുപോകാൻ പോകുകയാന്ന് ദൈവത്തിന്റെ ദാസി പരിശുദ്ധാത്മനോട് പറയാൻ പറയുന്നല്ലോ. ശാഖ ബറാഖ ശന്ധുന രഗസ്മന എന്നോട് ദൈവാത്മാവ് ദേശവുമായി ദൈവാത്മാവ് കണക്ട് ചെയ്യാൻ പോകുകയാന്ന്, ദേശത്തിറങ്ങി സഞ്ചരിക്കുന്നതായി ദൈവാത്മാവ് കാണിച്ചു തരുന്നു. എന്നോട് ദൈവാത്മാവ് ഈ അബ്രഹാം ദേശത്തൂടെ നെടുകെ കുറുകെ നടന്നതുപോലെ പരിശുദ്ധാത്മാവ് നിങ്ങൾ പ്രൊഫറ്റിക്കലി നടക്കുന്ന ഒരു മൂവ് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നല്ലോ. ഇപ്പോൾ അത് സംഭവിച്ചു തുടങ്ങട്ടെ. കാല് വെക്കുന്ന ദേശം അനുഗ്രഹം പ്രാപിക്കും. കാല് വെക്കുന്ന ഇടത്തെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം. ശാധാല വൈശപ്രഭാതര റമന ഹദുര രഗൽക്കടക റീഖാബ ഷൈഡ രഗൽക്കടക സ്യാന്ധുന. ഈ റാണി, രണ്ട് റാണിയുണ്ടല്ലേ. സ്തോത്ര യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പച്ച, ആമേൻ, പച്ച സാരിയാണെന്ന് തോന്നുന്നു. മേലത്തെ അല്ല, താഴത്തെ നീലം. ഓക്കെ, നീലം റാണി. ഓക്കെ, അതാകുമ്പോ കുഴപ്പമില്ല. കറക്റ്റ്. യേശുവിന്റെ നാമത്തിൽ ശാധാല വൈഷബന ഹദരകൾ. എന്നോട് ദൈവാത്മാവ് പറയുന്നത് ഈ ഹന്നയെ പോലെ ഓടി പ്രാർത്ഥനയ്ക്കകത്തു കേറുന്ന ഒരനുഭവത്തെ പരിശുദ്ധാത്മാവ് പറയുന്നു. പരാതിയെല്ലാം ദൈവത്തോടെ കേട്ടോ. ആന്റി മലയാളം അറിയാവോ? ഹിന്ദിയ. അതാ പറഞ്ഞു. പഠിച്ചു വരണം കേട്ടോ. അങ്ങനെ കയറി വരാൻ ഇച്ചിരി കൂടെ ഇത്ര നേരം വന്നതല്ലോ. പറഞ്ഞാട്ടെ. परमेश्वर की आत्मा बहन के द्वारा इस प्रकार बता रही कि हन्ना की तरह प्रार्थना में घुस के अपनी जीवन की समस्याओं को परमेश्वर के सामने रखते हुए एक हन्ना की तरह ദൈവാത്മാവ് പറയുന്ന ഒരു കാര്യം പറയാം.
പ്രാർത്ഥിച്ച് മറുപടി. आप പ്രാർത്ഥിച്ച് കേൾക്കാമോ? കേൾക്കാം സിസ്റ്റർ, കേൾക്കാം. ഓക്കെ. പ്രാർത്ഥനയ്ക്കകത്തു കയറി പ്രാർത്ഥിച്ച് മറുപടി കിട്ടും വരെ കരയുന്ന ഒരു അനുഭവം എന്നോട് ദൈവാത്മാ പറയുന്നു. ഹന്ന ദൈവസന്നിധിയിൽ ഓടിച്ചെന്ന് നിലവിളിച്ചതുപോലെ പ്രാർത്ഥിച്ചതുപോലെ പരാതി മുഴുവൻ ദൈവസന്നിധി പറഞ്ഞതുപോലെ, മനുഷ്യനോടല്ലാതെ ദൈവസന്നിധി പറഞ്ഞതുപോലെ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാ പറഞ്ഞു, അങ്ങനെ ഒരു ആത്മതലം ഇപ്പൊ തുറക്കും കേട്ടോ. പ്രാർത്ഥന വലിയൊരു കവർ ദൈവാത്മാവിനോട് പറയുന്നു, പവർ ബാങ്ക് പോലെ പരിശുദ്ധാത്മ അങ്ങനെ ഒരു മേഖലയെ തുറക്കാൻ പോകുകയാന്ന്. आमेन। अब परमेश्वर की आत्मा इस प्रकार कह रही कि प्रार्थना सभाओं में जाके प्रार्थना में अपने विषयों को परमेश्वर के सामने जो रख रहे हैं, उस प्रार्थना सभा में परमेश्वर की जो सामर्थ है, जो शक्ति है, वो आपको प्राप्त करके, और उन प्रार्थना में जब आप बैठोगे उसके द्वारा आपके जीवन की जो भी विषय है उसमें परमेश्वर कार्य करे करके परमेश्वर की आत्मा बता रही है। എന്നോട് ദൈവാത്മാ കാണിച്ചിരുന്നൊരു വിഷൻ, ഈ എന്താ പറഞ്ഞ പവർ വാങ്ക് പോലെ. അതിനർത്ഥം സ്റ്റോർ ചെയ്യുക മാത്രമല്ല, മറ്റുള്ളവരിലേക്ക് കൊടുക്കത്തക്കവണ്ണം പരിശുദ്ധാത്മ അങ്ങനെ ഒരു പ്രാർത്ഥന അന്തരീക്ഷത്തെ കർത്താവ് കൈമാറാൻ പോകാന്ന് എന്നോട് പറയുന്നു. इस प्रकार की प्रार्थना पाकर जैसे हमारा पावर बैंक है, उसी प्रकार परमेश्वर की पवित्र आत्मा का सामर्थ आप पाकर आप दूसरों को भी परमेश्वर की आत्मा का सामर्थ प्रभाव करने वाली है, करने के लिए परमेश्वर इस्तेमाल करेंगे करके. ഒരുപാട് നിന്ദയ്ക്കകത്തൂടെ കയറി വന്ന ഒരു വ്യക്തിയാണെന്ന് പരിശുദ്ധാത്മാ പറയുന്നു. आप बहुत सारे निंदा और परिहास से आए हुए एक व्यक्ति करके पवित्र आत्मा बता रही है. ഒത്തിരി തേങ്ങുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് പരിശുദ്ധാത്മാ പറയുന്നു. बहुत ही आप अंदर ही अंदर घुट रहे हैं, रो रहे हैं, ऐसे व्यक्ति करके बता रहे हैं. പരിശുദ്ധാത്മാവിനോട് പറയാൻ പറയുന്നു, പ്രാർത്ഥനയ്ക്കകത്തോട്ട് കയറിക്കോ, നേരിട്ട് മറുപടി നൽകാൻ പോകുകയാ. पवित्र आत्मा इस प्रकार प्रार्थना में आप निरंतर लगे रहो, घुसे रहो, परमेश्वर आपको छुटकारा उत्तर देंगे. ചോദിച്ചേ ആന്റി, അങ്ങനെ ചെയ്യാറുണ്ടോന്ന് ചോദിച്ചേ. क्या आप उस प्रकार करते हो सिस्टर जी? नीलम सिस्टर जी, आप अनम्यूट करके बोल. आप नहीं करते हो? ഇല്ല ഇല്ല ഇല്ലെന്നാണോ പറയുന്നത്? അതെ, ഇല്ല. അത് പ്രാർത്ഥിക്കാം. ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കാം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവേ, തന്റെ ജീവിതത്തിനകത്ത് ഇപ്പോൾ കർത്താവെ ഇതുവരെ ഉണ്ടാകാത്ത ഒരാത്മതലം കർത്താവെ തന്റെ ജീവിതത്തിനകത്ത് ഒരു പവർ വാങ്ക് പോലെ പ്രാർത്ഥന ശൈലിയെ കർത്താവെ തന്റെ ജീവിതത്തിലേക്ക് കർത്താവെ മനുഷ്യനോട് പരാതി പറയാതെ ദൈവസന്നിധിയിൽ കർത്താവെ തന്റെ വിഷയത്തെ പറഞ്ഞു കർത്താവെ ദിവസങ്ങളിൽ മറുപടി ലഭിക്കാൻ തക്കവണ്ണം ഒരു ആത്മതലം ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തുറന്നു പ്രാർത്ഥിക്കുന്നു. അത്ഭുതം നടക്കട്ടെ. इस प्रकार पवित्र आत्मा में हम प्रार्थना करते हैं कि आज तक आपने जो नहीं किया है, आज से आपके जीवन में वो प्रार्थना का स्वभाव होने के लिए और प्रार्थना में अपने विषयों को रखने के लिए दूसरे किसी के सामने नहीं, परंतु परमेश्वर के सामने अपने विषयों को रखकर उस विषयों के सामने उत्तर पाने के लिए परमेश्वर में आप बने रहने के लिए परमेश्वर आप इस बहन को, नीलम सिस्टर को तो मदद करने के लिए हम प्रार्थना करते हैं पिता. Amen. Hallelujah. Shatala Vaisha Prabhadara Regasmana Rigatunia Shaida Regal Kadaga Atmavilon the Sanjari Chata Atmavilon the Sanjari Chata Atmavi Sanjari Chata Atma Sanititi Sanjari Chata Shatala Vaisha Prabhadara Rimanagadaga Shandhuna Regasmana Rigatunia Shaida Regal Kadaga Rika Balaba Shandhuni Regasmana Rigatunia Shaida Regal Kadaga Apa Isame Gartave Priya Rani Sister Orkungartave Ade Kartave Stotre Shikustavina Namatile മലയാളം അറിയാമോ? റാണി സിസ്റ്റർ മലയാളം ദയാറാണി മലയാളമാണോ? മല്ലികാന്റെ മേലില് ഞാൻ കാണാൻ പറ്റും. മലയാളി അല്ല, മലയാളി. ഓക്കെ.
യേശുവിന്റെ നാമത്തിൽ ഇതിനെയൊക്കെ ഒന്നേന്ന് പിടിച്ചെടുത്തോണ്ട് പറഞ്ഞു, കർത്താവെ സ്തുതിക്കുന്നു, കർത്താവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു കർത്താവെ. യേശുവിന്റെ നാമത്തിൽ റിബാലബ ഷൈഡരകൾ കമന വൈഷപ്രഭാതര രഗസ്മന. യേശുപ്പറ്റ ഞങ്ങൾ വാഴ്ത്തുകയാ. ശാതാല വൈഷപ്രഭാതര ഹസ്തിരാരകൾ കടക ശന്ധുന റിമനഘടക ഷൈഡാരകൾ കമന വൈഷപ്രഭാതര രഗസ്മനാറികൾ കടക. എന്റെ ദൈവമേ, ആന്റി സുനിലാന്റിയൊക്കെയാണ് അത് താടിക്ക് താഴെ കൈ കൊടുത്തൊക്കെ ഇരിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. പ്രാർത്ഥിച്ചാട്ടെ. ശാതാല വൈഷപ്രഭാതര രഗസ്മന റിഗത്തുനി അർത്ഥമാന വൈഡരകൾ കമന വൈഷപ്രഭാതര. എന്നോട് ദൈവാത്മാവ് ഇതിനകത്ത് എഴുന്നേൽപ്പിക്കാൻ പോകുക. എന്നോട് ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കുന്ന ഒരു രാത്രി പകലാകട്ടെ, എഴുന്നേൽപ്പിക്കുന്ന. എന്നോട് അങ്ങനെ തന്നെ പറയുന്നു, എഴുന്നേൽപ്പിക്കുന്ന പകലാണെന്ന്. परमेश्वर की आत्मा इस प्रकार कह रहे कि आज का सुबह का समय उठा के खड़ा करने वाला एक दिन है, वो एक समय है करके पवित्र आत्मा बार बार बहन से बता रहा है. എന്നോട് ദൈവാത്മാ പറഞ്ഞു, ഈ റാണി ആന്റിയോട് ദൈവാത്മാ പറഞ്ഞു ഫുൾഫിൽ ചെയ്യാൻ പോവാന്ന് പരിശുദ്ധാൻ പറഞ്ഞു. दया रानी से परमेश्वर की आत्मा इस प्रकार कह रही, कुछ बातों का पूर्तिकरण या पूरा होने वाला है करके. പൂർത്തീകരിക്കാൻ കഴിയാത്ത ചില മേഖലയെ പൂർത്തീകരിക്കാൻ പോകുകയാന്ന് ദൈവാത്മാ പറയുന്നു. कुछ बातें जो अधूरी पड़ी है, उस बातों को पूर्तिकरण या पूरा होने वाला है करके. എന്നോട് ദൈവാത്മാ പറഞ്ഞു, പെൻഡിങ് ആയിരിക്കുന്ന ചിലതിനെ കർത്താവ് ദിവസങ്ങളിൽ ബ്രേക്ക് ത്രൂ ആക്കാൻ പോവാന്ന് ദൈവാത്മാ പറയുന്നു. जो बातें रुके हुए हैं उसकी रुकावट को परमेश्वर तोड़ने वाला है करके. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ കർത്താവ് വാക്കിനെ ഞാൻ ആത്മാവിൽ തുറക്കുകയാ. ഫുൾഫിൽ ആകേണ്ട മേഖലകൾ യേശുവിന്റെ നാമത്തിൽ ഫുൾഫിൽ ആകട്ടെ. ദൈവ മഹത്വത്തിന് വേണ്ടി ചലിക്കട്ടെ കുടുംബം. जिस बातों को रोक के रखा है, जिस बातों को रुकावट बना हुआ है, उस बातों को यीशु मसीह के नाम से उसके ऊपर एक चलन होने के लिए, उस बातों को वहां पे खोलने के लिए परमेश्वर की आत्मा में उस बातों को आज्ञा देते हैं. ഇങ്ങനെ ഒരു വെളിപ്പാട് എനിക്ക് ഓടിയിട്ടും എത്താൻ കഴിയാത്ത അവസ്ഥ. दौड़ने से भी उस जगह तक हम नहीं पहुंच पा रहे हैं. പരിശുദ്ധാത്മാവേ, ഇന്ന് പകൽ അങ്ങയുടെ സാന്നിധ്യം തന്റെ ദാസിയുടെ മേൽ ഇറങ്ങി നിൽക്കട്ടെ. परमेश्वर तेरी पवित्र आत्मा की उपस्थिति आज उस बहन के ऊपर होने पाए. ദൈവശക്തി വ്യാപരിക്കട്ടെ. तेरी आत्मा की सामत उसके जीवन में बहाल हो. എന്നോട് പിന്നെ പറയുന്നു ഫുൾഫിൽ ചെയ്യാൻ പോകാന്ന്. बार बार परमेश्वर की आत्मा कह रहे कि आपकी जीवन में उस बात की पूर्तिकरण होगा. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സംഭവിക്കുന്നത്. ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഏത് വിഷയത്തിന്മേലാണോ ഫുൾഫിൽ ഉണ്ടാകേണ്ടത് അതവിടെ സംഭവിക്കട്ടെ. ഇപ്പോൾ അത് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവസന്നിധിയിൽ ഏത് വിഷയത്തെ കൊണ്ടുവന്നാലും അതിന് ഏറ്റെടുപ്പാൻ കഴിവുള്ള ഒരു ദൈവം. നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ ആ വിഷയത്തെ കർത്താവ് തന്നെ ഏറ്റെടുക്കട്ടെ. आमीन. हमसे वो कार्य नहीं हो सकता, लेकिन जब पवित्र आत्मा पर कार्य करेगा तो वो कार्य हो सकता है. जो रुके हुई जो बातें हैं उसकी पूर्तिकरण करने के लिए परमेश्वर सामर्थ्यवान है. अब प्रार्थना करे, परमेश्वर वैसे ही कार्य करेगा. നിസി ആന്റി, എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു കാര്യം പറയാം. ഈ മോശയുടെ കരം താങ്ങിയതുപോലെ അപ്പുറം ഇപ്പുറം നിന്ന് കർത്താവിന്റെ കരം താങ്ങാൻ പോകുകയെന്ന് ദൈവാത്മ പറയുന്നു. തന്റെ ദാസി പരിശുദ്ധാത്മ പറഞ്ഞു കരം താങ്ങി പിടിക്കാൻ പോകുകയെന്ന്. എന്നോട് ദൈവത്തിന്റെ ആത്മാ പേര് പോലെ ദിവസങ്ങളിൽ ദൈവമഹത്വം ചലിക്കാൻ പോകുകയാന്ന് എന്നോട് ദൈവാത്മ. പേരിനകത്തൊരു ദൈവ വിടുതൽ നടക്കാൻ പോകാന്ന് എന്നോട് പരിശുദ്ധാത്മ പറയുന്നു. ശാതാല വൈഷപ്രഭാതര രഗസ്മന വൈഷപ്രഭന ഹതുര കടക ശന്ധുന രഗസ്മന റീഖാബാലബ ഷൈഡപ്രഭാതര രഗസ്മന. ഈ മോശയ്ക്ക് കൈത്താങ്ങൽ കൊടുത്തതുപോലെ ദൈവാത്മാവ് പറയുന്നു കൈത്താങ്ങൽ കൊടുക്കുന്ന റമന ഹതുര രഗൽ കടക. എന്നോട് അങ്ങനെ തന്നെ പറയുന്ന കൈത്താങ്ങൽ കൊടുക്കാൻ പോകുകയാണ്. അതിനർത്ഥം മറ്റുള്ളവരുടെ കൈ താങ്ങുന്നതുമാകാം, നമ്മുടെ കൈ താങ്ങുന്നതുമാകാം. വൈഷപ്രഭാതര കരത്തെ ബലപ്പെടുത്തുന്നതായി ദൈവാത്മാവ് കാണിക്കുന്നു. കരം താണു പോകത്തില്ലെന്ന് പരിശുദ്ധാത്മ പറയുന്നു. യേശുവിന്റെ അധികാരമാവത്തി ക്ഷീണിക്കാൻ അനുവദിക്കാതെ. എന്നോട് നിസ്യാന്റി പരിശുദ്ധാത്മ അങ്ങനെ തന്നെ പറയുന്നു, ക്ഷീണിക്കാൻ അനുവദിക്കാതെ. ഓ ആമേൻ ആമേൻ ആമേൻ. കൈ
പിടിച്ചു തരുന്ന, കൈ താങ്ങി തരുന്ന, അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവുന്നു മറ്റുള്ളവർക്ക് നിങ്ങളൊരു ആശ്രയമായി, ഈ കരം കൊണ്ട് സഹായമായി ദൈവാത്മാവുന്നു ഒരു സഹായ ഹസ്തമാണെന്ന്, ഒരു കരമാണെന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് ഇടപെടുന്നു. റിമാന ഷണ്ടുര രഗസ്മന വാഴ്ചപ്രഭാതന എന്നോട് ഈ വാക്ക പറയുന്നത്, മോശയ്ക്ക് കൈ താങ്ങിയതുപോലെ എന്ന് പറഞ്ഞാൽ ദൈവാത്മാവുന്നു യുദ്ധം പിന്നെ ദൈവവുമായിട്ട് കേട്ടോ. മനുഷ്യനുമായിട്ടുള്ള യുദ്ധം അവിടെ കൊണ്ട് അവസാനിച്ചു. ദൈവവുമായിട്ട് ദൈവം നേരിട്ട് ഇടപെട്ടു. എന്നോട് ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, അന്യ നിങ്ങളുടെ വിഷയത്തെ പരിശുദ്ധാത്മാവ് നേരിട്ട് എന്നോട് ദൈവാത്മാവ് ഭയങ്കര യുദ്ധം ചെയ്യുന്ന ഒരാത്മതലം തുറക്കാൻ പോകുകയാന്ന് ഞാൻ ഈ പറഞ്ഞോണ്ടിരിക്കുമ്പോ തന്നെ പരിശുദ്ധാത്മാവ് പറയുന്നു, നാവിന്റെ മേൽ ഭയങ്കര അതോറിറ്റി വെളിപ്പെടാൻ പോകുന്നു. ഞാൻ ഇപ്പോൾ പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോ തന്നെ ആന്റിയുടെ മേലൊരു ആ ഒരു സാന്നിധ്യം, തന്റെ ദാസിയുടെ മേൽ ആ ഒരു അഭിഷേകത്തിന്റെ കൈമാറ്റം ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ. നാവിന്റെ മേലധികാരം കൈമാറട്ടെ. ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോ തന്നെ അത് അങ്ങ് ലിറ്ററലി ചില ദൈവപ്രവൃത്തികൾ റിമന ജനത്തിന്റെ മേൽ റിലീസ് ആകുന്ന ഒരു ദൈവിക മഹത്വം എന്നോട് ദൈവാത്മാവ് പറഞ്ഞു. അത് എന്നോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോ തന്നെ പറയുന്ന വാക്ക് മുൻപിൽ വെളിപ്പെടുമെന്ന്. അതേ ദൈവാത്മാവ് പറയുന്ന വാക്ക് അതിന്റെ നിങ്ങൾ മറ്റു ദൈവദാസന്മാർ പറയുന്ന വാക്കായിരിക്കാം, പക്ഷെ നിങ്ങളിലൂടെ അത് പറയുമ്പോ ദൈവാത്മാവ് അത് തുറന്നു വരുന്നതായി അങ്ങനെ ഒരു ആത്മതലം പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നു. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ ഒരു സാന്നിധ്യം ഇപ്പോ വെളിപ്പെടട്ടെ. ദൈവാത്മാവ് കരം താങ്ങുന്ന ഓ ശതന രഗത റിമന ഹദുര രഗൽക്കടക വൈശപ്രഭാതന രഗൽക്കടക ഓ റിയത്തസ്മാരിയ രഗൽക്കടക അമേലേക്കൊരു യുദ്ധം നിൽക്കാൻ പോകുകയാന്ന്. അമേലേക്കരുമായുള്ള യുദ്ധത്തെ പരിശുദ്ധാത്മാവ് സ്റ്റോപ്പ് ചെയ്യാൻ പോകുകയാന്ന്. ആ പേരിനകത്ത് പരിശുദ്ധാത്മാവ് ഒരു വിടുതൽ സംഭവിക്കാൻ പോകുകയാന്ന്. റിമന ഹദുര രഗസ്മന എന്ന് പറഞ്ഞ ദൈവാത്മാവ് പറഞ്ഞു ഒരു എഴുന്നേൽപ്പിക്കുന്ന പകലാണെന്ന്. ഹസാറ്റ വൈശ യേശുവിന്റെ നാമത്തിൽ കർത്താവേ ഇന്നു പകൽ അത് സംഭവിക്കട്ടെ. ഒരു വലിയൊരു പുറപ്പെടലുണ്ട് കേട്ടോ, പുറപ്പാട്. എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു പുറപ്പെടലുണ്ടെന്ന് ദൈവാത്മാ പറയുന്നു. ദൈവാത്മാവ് വാഗ്ദത്ത കനാനെ ലക്ഷ്യമാക്കി, ദൈവാത്മാവ് വാഗ്ദത്തവുമായി ലക്ഷ്യമാക്കി ഒരു പുറപ്പെടലുണ്ടെന്ന്. അടകാ ധുരാ ജഗൽക്കബാനിയ ശന്തുന രഗസ്മന എന്നോട് ദൈവാത്മാവ് കൂട്ടുകൂടി പോകുന്ന എന്നോട് ദൈവാത്മാ പറയുന്നു, ഒറ്റയ്ക്ക് വിടത്തില്ല കേട്ടോ. ഒറ്റയ്ക്കല്ല, സപ്പോർട്ടിന് വേണ്ടി കർത്താവ് കൂടെ ചിലതിനെ കരുതുമെന്ന് ദൈവത്തിന്റെ ആത്മാ പറയുന്നു. ശാധാല വൈശപ്രഭാതര റിമനഘടക പിറകെ പിന്തുടരുന്ന ഒരു ദൈവിക സാന്നിധ്യം ഇന്ന് പകലുണ്ടെന്ന് എന്നോട് ദൈവാൽ പറഞ്ഞു. മോശയുടെ കൂടെ അഹരോനെ നിർത്തിയതുപോലെ ഏലിയാവിന്റെ കൂടെ ഏലീശനെ നിർത്തിയതുപോലെ പരിശുദ്ധാത്മാവ് അങ്ങനെ കട്ടയ്ക്ക് ചിലതിനെ പരിശുദ്ധാത്മാവ് അങ്ങനെ കൂട്ടായിട്ട് എന്നോട് ദൈവാത്മാവ് കൂട്ടായിട്ട് നിർത്താൻ പോകുകയാന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയാൻ പറയുന്നല്ലോ. ശാധാല വൈശപ്രഭാതര റിമന ഹദുര രഗസ്മന ഇപ്പോൾ ദൈവാത്മാവ് പറയുന്നു അബേലേക്കുമായിട്ടുള്ള യുദ്ധത്തെ പരിശുദ്ധാത്മാവ് നിർത്തലാക്കുമെന്ന് എന്നോട് ദൈവാത്മാവ് പറഞ്ഞു. അന്റെ ആ പുറപ്പാട് പുസ്തകത്തിനകത്ത് അതേ അബേലേക്ക് നിസി എന്ന ഭാഗത്തിലേക്ക് വരണം. ദൈവാത്മാവ് വാക്കിനെ കർത്താവ് തുറക്കുമെന്ന് ദൈവാത്മാവ് പറയുന്നു. ആമേൻ. ആ വാക്കിനെ കർത്താവ് തുറക്കുമെന്ന് ഞാനത് വചനം വായിച്ചോണ്ടിരിക്കുമ്പോ തന്നെ അത് നമ്മുടെ മേൽ തുറന്നു വരുമെന്ന് എന്നോട് ദൈവാത്മാ പറഞ്ഞു. ഈ ഏലിയാവിനെ കെരീത്തിനകത്തുനിന്ന് എഴുന്നേൽപ്പിച്ചതുപോലെ, അതിനർത്ഥം ചുമ്മാ എഴുന്നേൽപ്പിച്ച പോരാ അല്ലെ, ചുമ്മാ എഴുന്നേൽപ്പിച്ച കിരൺ ചുമ്മാ എഴുന്നേൽപ്പിച്ചാൽ മതിയോ? ചുമ്മാ എഴുന്നേൽപ്പിച്ചാൽ പോരാ. അതിനർത്ഥം നമ്മൾ എഴുന്നേൽപ്പിക്കും, അതിന് ഉദ്ദേശമുണ്ട്. എഴുന്നേൽപ്പിക്കുന്നതിന് ഒരു ഉദ്ദേശം ഉണ്ട്. കിരൺ അരുൺ എന്ന് പറയുന്ന ഡിവൈസ് എനിക്കറിയത്തില്ല, നിങ്ങളുടെ പേരെന്താന്ന് അറിയത്തില്ല, പക്ഷെ ഞാൻ ഇതിനകത്ത് കാണുന്ന പേരാ വിളിക്കുന്നത്. ഓക്കെ, മലയാളിയാണെന്ന് തോന്നുന്നതാണ്. മലയാളം അറിയാവോ ഇല്ലയോ? ചിരിക്കുന്നുണ്ട്. ആന്റി, നിസി ആന്റി കണ്ടോ? ആന്റി, എന്റെ സിസ്റ്റർ, നിങ്ങൾ ഓർഡർ അനുസരിച്ച് പറയാനാണോ പറയുന്നത്? മലയാളി അല്ലെന്ന് തോന്നുന്നു. കിരൺ മലയാളി അല്ല. അല്ല. ആരെ കുറിച്ചാ? ആരോടാ?
കിരൺ 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 സിസ്റ്റർ. കിരൺ മലയാളിയല്ല. ഓക്കെ. അവ എഴുന്നേൽപ്പിക്കാൻ പോവാന്ന് ദൈവാത്മാവിനോട് പറയാൻ പറയുന്നു. किरण सिस्टर से परमेश्वर की आत्मा इस प्रकार करे कि आपको परमेश्वर उठाने जा रहे हैं, उठा के खड़ा करने जा रहे हैं. എന്നോട് ദൈവം പ്രത്യേക ഉദ്ദേശത്തോടെ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോവാന്ന് പറയുന്നു. परमेश्वर किसी खास मकसद के लिए आपको उठा के खड़ा करने वाले हैं. എന്നോട് ദൈവാത്മാവ് ഗൈഡൻസ് തരാൻ പോവാന്ന് പറയുന്നു. परमेश्वर आपको एक एक बात कदम पे कदम गाइड करके देंगे करके बोल रहे हैं. എന്നോട് പരിശുദ്ധാത്മാവ് അവിടുന്ന് മുൻപോട്ട് പോകേണ്ടുന്നതായ വഴികളെ കർത്താവ് ദിവസങ്ങളിൽ തുറക്കാൻ പോവുകയാണ്. किस प्रकार आगे कदम रखना है उसके लिए परमेश्वर बताएंगे भी, उसके साथ द्वार भी खोल के देंगे. ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് റൂട്ട് മാപ്പ് തരാൻ പോവാന്ന് പറയുന്നു. परमेश्वर जब ये बता रहे उसी के साथ परमेश्वर एक नक्शा आपको देने वाला है. സാധാല വൈശപ്രഭാതര റൂട്ട് അറിയാതെയല്ല റൂട്ട് മാപ്പ് തരാൻ പോവുകയാണ്. रास्ता जाने बिना नहीं, परंतु एक रास्ता का नक्शा आपको देने वाला है परमेश्वर. എന്നോട് ദൈവാത്മാവ് ലക്ഷ്യത്തിലേക്ക് ചെന്നെത്താൻ പോവുകയാന്ന് പറയുന്നു. और उस लक्ष्य तक आप पहुंचनेंगे करके. ലക്ഷ്യമുള്ളതാണെന്ന് പറയുന്നു. और एक लक्ष्य है. പരിശുദ്ധാത്മാവെ തന്റെ മേൽ ഇട്ടിരിക്കുന്ന ആ ലക്ഷ്യം കർത്താവെ തന്റെ ആഗ്രഹത്തെ അത് അങ്ങ് നിറവേറ്റുന്നതിനായി കർത്താവെ തന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ ദൈവത്തിന്റെ വചനം പറയുന്നു നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെ നിവർത്തിക്കട്ടെ. आपकी मन की जो इच्छाएं हैं, जो मनोरथें हैं, वो परमेश्वर पूरा करेंगे. उस लक्ष्य तक परमेश्वर पहुंचाएगा. ഹല്ലേലൂയ. ശാതാല വൈശപ്രഭാതര രഹസ്യം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ, ഇരുന്ന് പ്രാർത്ഥിച്ചാട്ടെ, ദൈവകരങ്ങളിലേക്ക് ഒന്ന് കൊടുത്താട്ടെ. പരിശുദ്ധാത്മാവ് റൂട്ട് മാപ്പ് തരട്ടെ. प्रार्थना करेंगे परमेश्वर नक्शा वो मार्ग അർത്തുനിയ റഗൽകമന വൈശപ്രഭാതര രഗസ്മന റിഗത്തുനിയ ഷൈഡ രഗൽകടക വൈഡ പ്രഭാതര രഗസ്മന റിഗത്തുനിയ ശന്തുരി രഗൽകടക റീഖാബാലബ ശന്തുര രഗസ്മന റിഗത്തുനി അർദ്ധന രഗൽകടക ഷൈഡ പ്രഭാതര. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മാ തലങ്ങൾ തുറന്നു വരട്ടെ. ആ ഗൈഡൻസിന് വേണ്ടിയുള്ള മേഖലകൾ യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ. ലാബ്രാകാറ്റ വൈഡ പ്രഭാന ലാബ്രാകാസറ്റ വൈശപ്രഭാതര ലിബ്രകസറ്റ വൈശപ്രഭാതര ലംശാദന റിഗസ്മന റിഗത്തുനി ലാബ്രകറ്റ ലിബ്രകറ്റ ശാന്തരാജകൾ കടക യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഓപ്പൺ ആകട്ടെ. परमेश्वर के नाम में इस समय वो सारी मार्गें खुल जाए. ഹല്ലേലൂയ. റിമന ഹദുര രഗൽകടക ഷൈഡ പ്രഭാതര രഗസ്മന റിഗത്തുനി ലാംശാദന റിഗൽകടക ഷൈഡ പ്രഭാതര. ഷൈനി സിസ്റ്ററെ ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിച്ച ഷൈനി ബിനു വിജു ആമേ പ്രാർത്ഥിച്ച മലയാളിയാന്ന് തോന്നുന്നു, വിശ്വസിക്കുന്നു. ആണോ? അതെ. ആമേൻ പ്രാർത്ഥിച്ച ആന്റി എന്നൊക്കെ വിളിച്ച ഇനിയിപ്പോ എനിക്ക് അറിയത്തില്ല എങ്ങനെയാന്ന് രൂപമൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് സോറി. ഓക്കെ, ദൈവം സഹായിക്കട്ടെ. രക്തജയ ഷാചാല വൈശപ്രഭാതര റീമാന ശന്തുന. എന്നോട് ദൈവാത്മാവ് ഈ ദെബോറയാണെന്ന് പരിശുദ്ധാത്മാ. ദെബോറയെ പോലെ ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു ഒരു വലിയ നിയോഗത്തെ. എന്നോട് പരിശുദ്ധാത്മാ പറയുന്നു ദെബോറയെ അവിടെ പുരുഷന്മാരില്ലാഞ്ഞിട്ടല്ല, ഒരു ദെബോറയെ അഭിഷേകം ചെയ്ത് എപ്പോ ന്യായപാലനത്തിനു വേണ്ടി ഒരു ദെബോറയെ അഭിഷേകം ചെയ്തതുപോലെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു അങ്ങനെ ഒരു അഭിഷേകത്തിന്റെ കൈമാറ്റം, ഭയമില്ലാത്ത പേടിയില്ലാത്ത വൈശപ്രഭ. എന്നോട് ദൈവാത്മാവ് ഭയങ്കര യുദ്ധം ചെയ്യുന്ന, എന്നോട് ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു യുദ്ധം നമുക്കല്ല യഹോവയ്ക്കാണ്. പക്ഷെ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു നമ്മുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പ ദൈവസന്നിധി ശക്തിയുള്ളത്. അതിനർത്ഥം ചില കോട്ടകളെ ഇടിച്ചു കയറാൻ പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ യേശുവിന്റെ നാമത്തിൽ. ലാഷ്മാനിയ രഗൽകമന വൈശപ്രഭാതന. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ദൈവാത്മാവ് ചില മതിൽക്കെട്ടുകളെ പൊട്ടിക്കുന്ന, മതിലുകളെ ഇടിക്കുന്ന വൈശപ്രഭാതന രഗസ്മന. എന്നോട് ദൈവാത്മാ പറയുന്നു അതെ മതിലുകളെ ഇടിക്കുന്ന. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ യെരിഹോ എങ്ങനെയാ ഉണ്ടായത്? ഇസ്രായേൽ മക്കൾ നിമിത്തമാ. ഇസ്രായേൽ മക്കൾ നിമിത്തം യെരിഹോവിനെ അടച്ചെങ്കിലും ദൈവാത്മാവ് യെരിഹോവിനെ ഇടിക്കാൻ തക്കവണ്ണോ ഒരാർപ്പ് നടന്നതുപോലെ പരിശുദ്ധാത്മ പറയുന്നു ഇന്ന് പകൽ ചില ദൈവിക മഹത്വം
ആർപ്പോടെ ആരാധന ഗംഭീരമാണെന്ന് പരിശുദ്ധൻ പറഞ്ഞു. ആരാധനയ്ക്കകത്ത് വിടുതലുണ്ടെന്ന്, ആരാധനയ്ക്കകത്ത് ദൈവ വിടുതലുണ്ടെന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ചില ആരാധനയുമായി പരിശുദ്ധാത്മാവ് കണക്ട് ചെയ്യാൻ പോകുകയെന്ന് ഇത് ഞാൻ പറയുമ്പോ അന്യഭാഷയെ കൺട്രോൾ ചെയ്യുന്ന എന്ന് നിയന്ത്രിക്കുന്ന, കുറച്ചുകൂടെ പറഞ്ഞ ഈ അന്യഭാഷ ആരാധനയൊക്കെ എനിക്ക് ഇപ്പോഴാണ് അറിയാൻ പറ്റുന്നത്. പക്ഷേ ഇന്ന് പകൽ പരിശുദ്ധാൻ പറഞ്ഞു അങ്ങനെ ഒരു ഏരിയ തന്നെ തുറന്നു തരാൻ പോകുകയാന്ന് ദൈവത്തിന്റെ ആത്മാവ്, ഷൈനിയാന്റെ ആത്മാവ് പറയുന്നു. നിങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ദൈവാത്മാവ് പറയുന്നു അഭിഷേകത്തിന്റെ തലങ്ങൾ തുറക്കാൻ പോകുകയാന്നല്ല. എന്നോട് ദൈവാത്മാവ് ഡോറുകളെ തുറക്കുന്ന ആത്മീയ അന്തരീക്ഷമായിട പ്രഭാതര രംഗഘടകം എന്നോട് ഇങ്ങനെ ഒരു വെളിപ്പാട് കാണിക്കുന്നല്ലോ. ഈ യൂട്യൂബിലൊക്കെ ആരാധന ലീഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ ആരാധന വോയിസ് മാത്രം ഇട്ട് റെക്കോർഡ് ഇടുന്നതായ ഒരു മേഖലയെ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ഓരോ വിഷയങ്ങളെ ചൂണ്ടിക്കാട്ടി അതിന്റെ മേലൊരു റിലീസ്, അതിന്റെ മേലൊരു ദൈവപ്രവൃത്തി, അങ്ങനെ ഒരു ഏരിയ പരിശുദ്ധാത്മാവ് തുറക്കാൻ പോവുകയാണ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ ചിലരെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ എഴുന്നേൽപ്പിക്കുന്ന പകല റീഖാബ് ആരുണ്ട് ഈ കാലഘട്ടത്തിൽ ഈ ലോക മനുഷ്യന് കഴിയാത്തത് എന്നോട് ദൈവാത്മാവ് പിശാചിന് കണ്ടുപിടിക്കാൻ മേലാത്ത ഒരാത്മമണ്ഡലത്തെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ തുറക്കാൻ പോകുകയാണ്. ലാഷ്മാന റിഗത്തുനിയ ശാന്തന ലിബ്രകസറ്റ വൈശപ്രബോധന ലാബ്രകസറ്റ വൈശപ്രബോധന ലാംശാദന റിഗൽക്കടക ശൈഡപ്രബോധന. ഒരു പ്രാർത്ഥന പരിശുദ്ധൻ പറഞ്ഞു അന്യഭാഷ ആരാധനക്കകത്തോട്ട് കയറുന്നതായി ദൈവാത്മ ഒരു ലീഡറായിട്ട് എന്നോട് ദൈവാത്മ പറഞ്ഞു. ഈ സുലുവാനിക്ക് അറിയാം എന്തോന്ന് എനിക്കറിയില്ല, പക്ഷേ ഇന്ന് പരിശുദ്ധാത്മ പറഞ്ഞു ഒരു ലീഡറായിട്ട് പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ ചലിപ്പിക്കാൻ പോകുകയാ. സാധാരണക്കാരെ കൊണ്ട് പറ്റത്തില്ല കേട്ടോ. ഞാൻ എപ്പോഴും പറയാം, ഞാൻ അതിനകത്ത് മടിയുള്ള ഒരു വ്യക്തിയായിരുന്നു. കാരണം എനിക്കതിനെപ്പറ്റി അറിയത്തില്ല, അങ്ങനെ അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ അതിനകത്ത് കയറിക്കഴിഞ്ഞു. അറിയത്തില്ലാത്ത നമ്മൾ പോകല്ലേ, അറിയത്തില്ലാത്ത കാര്യത്തിൽ നമ്മൾ പോകരുത്. അറിയത്തില്ലാത്ത കാര്യത്തിൽ പോയാൽ എന്താ പറഞ്ഞേ ആകെ അവിയല് വരുവാകും. പക്ഷെ അറിയാമെങ്കിൽ ഈ ആത്മസാന്നിധ്യത്തിനകത്ത് അവർ ആരാധിക്കുമ്പോ തന്നെ അവർ വെളിപ്പാടിനകത്താ. ആണോ ഷൈനിയാൻറ്റി? അതെ, ആമേൻ. ആരാധിച്ചോണ്ടിരിക്കുമ്പോ തന്നെ വെളിപ്പാട് കണ്ടോണ്ട് സുലുവാനി പരിശുദ്ധാത്മ പറഞ്ഞ അങ്ങനെ ഒരു ആത്മമണ്ഡലം തുറക്കാൻ പോകുക. ശാതല വൈശപ്രബാധന റിമനഘടക ശന്തുന. എന്നോട് ദൈവാത്മാവ് പറയുന്നു ഈ കാലഘട്ടത്തിൽ ദൈവാത്മാവ് അങ്ങനൊരു പോഷൻ തന്നെ തുറന്നു വിടാൻ പോകുകയാന്ന് പരിശുദ്ധാത്മാവിനോട് പറയാൻ പറയുന്നല്ലോ. അനേകരത് ഫോളോ ചെയ്യുന്നതായി, അനേകർ ആ റെക്കോർഡിനെ ഫോളോ ചെയ്യുന്നതായി പരിശുദ്ധാത്മാവിനോട് പറയുന്നു. സുലുവാനി എന്ന ആത്മാവ് പ്രാർത്ഥിച്ച് അങ്ങനെ ഒരു മേഖല തുറന്നു വരട്ടെ, അങ്ങനെ ഒരു അഭിഷേകത്തിന്റെ തലം അവന് ഇന്ത്യക്ക് ആവശ്യമാ. ഇന്ത്യക്ക് അങ്ങനെ ഒരു ആത്മമണ്ഡലം തുറക്കണം. ഇന്ത്യക്ക് ആവശ്യമാ ആ ഒരു ആത്മസാന്നിധ്യം. ലാഷ്മാനിയ രഗൽഘടക വൈഡ രഗൽഘടക ശാന്തുന. ഇവിടുത്തെ ഈ ദൈവാത്മാവ് പറഞ്ഞു ആത്മമണ്ഡലം തുറക്കുമ്പോ പരിശുദ്ധാത്മ ലിമിറ്റുകൾ പൊട്ടും, മാനുഷികമായ ചിന്തകൾ പൊട്ടും കേട്ടോ. മാനുഷികമായ ചിന്താഗതികൾ മാറും എന്ന് പറഞ്ഞാൽ ആത്മാവിൽ ആരാധിച്ചാൽ എന്തു ചെയ്യും? ആത്മാവിൽ ആരാധിച്ചാൽ അവരെന്നാ പറയും? ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു മനുഷ്യനെ അല്ല കേട്ടോ, ദൈവത്തോട് നേരിട്ട് സംസാരിക്കുന്ന ദൈവിക വേടുകൾ. എന്നോട് പറയുന്നു അസാധാരണമായ ആരാധന കേൾക്കുമ്പോൾ തന്നെ അനേകർ വിടുതൽ പ്രാപിക്കണം. എന്നോട് ദൈവാത്മാ പറഞ്ഞു ചില പോർട്ടലുകൾ സുലുവാനി പരിശുദ്ധാത്മാ ചില പോർട്ടലുകൾ, പ്രത്യേക പോർട്ടലുകൾ തുറക്കത്തക്കവണ്ണോ പരിശുദ്ധാത്മാ പറഞ്ഞു അതിനുവേണ്ടി സമയം സ്പെൻഡ് ചെയ്യണം. അതിനുവേണ്ടി സമയങ്ങളെ സ്പെൻഡ് ചെയ്ത് ആത്മീയ അന്തരീക്ഷത്തിനകത്തോട്ട് കയറാൻ കുറെ എണ്ണത്തിനെ ചേർത്ത് പിടിച്ചോണ്ട് ആത്മീയ മേഖലയ്ക്കകത്ത് ചലിപ്പിക്കുന്ന ഒരു ദൈവിക മൂവ് വെളിപ്പെടട്ടെ. എവിടെ പിടിച്ചു കെട്ടാൻ പറ്റുമെന്ന് നോക്കാം, എവിടെ പിടിച്ചൊതുക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇങ്ങനെ വരുമ്പോഴല്ലേ പിടിച്ചൊതുക്കാൻ കഴിയുന്നത്. ചിലതിന്റെ അടിസ്ഥാനം കുലുങ്ങുന്നെന്ന്, ചിലതിന്റെ അടിസ്ഥാനത്തെ പൊട്ടിക്കുന്നെന്ന്, ചിലതിന്റെ അടിസ്ഥാനം ഇളകുന്നെന്ന് പൈശാചിക മേഖലയ്ക്കറിയാം. എന്നോട് ദൈവാനം ഇവിടെ ഇരുന്ന്
രാജ്യങ്ങളെ കീഴ്മേൽ മറിക്കുന്ന ഒരു ദൈവിക സാന്നിധ്യം വെളിപ്പെടാൻ പോവുകയാണ്. ഞാനിത് പറയുമ്പോ പരിശുദ്ധാത്മ പറഞ്ഞു നമ്മളെ അന്യ രാജ്യങ്ങളുടെ ആരാധന കൂടും, ഞാൻ കൂടാറുണ്ട്. പക്ഷെ ഇന്ന് മകൾ പരിശുദ്ധാത്മ പറഞ്ഞു ഇവിടുത്തെ ആരാധന, ഇവിടുത്തെ ദൈവഭക്തന്മാരുടെ ആരാധന അന്യ രാജ്യക്കാർ കേട്ടുപിടുതൽ പ്രാപിക്കാൻ പോവുകയാണ്. എന്നോട് അങ്ങനെ ഒരു ആത്മമണ്ഡലം തുറക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ലാഷ്മാനിയ രഗൽക്കടക റിബനകടക ശന്തുന രഗസ്മന റിഗത്തുരി. ജനം ഒരുമിച്ച് പ്രാർത്ഥിച്ച് എഴുന്നേൽപ്പിക്കാൻ പോകുക. അന്യഭാഷ എല്ലാവർക്കും അറിയാവുന്ന ഭാഷയാ. ആമേൻ ആമേൻ ആമേൻ. നിസ്യാനി ഒന്ന് പറഞ്ഞേ, അന്യഭാഷ എല്ലാവർക്കും അറിയാവുന്ന ഭാഷ. ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞേക്ക്. अन्य भाषा जो सभी को पता है, जो परमेश्वर ने दिया है, उसमें सभी लोग प्रार्थना करते रहे. പൈശാചിക ശക്തിക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ആത്മമണ്ഡലം തുറക്കാൻ പോവാന്ന് പറഞ്ഞു. शैतान जो नहीं समझ पाया ऐसी एक आत्मिक मंडल को या एक आत्मिक मुख को खोलने वाला है परमेश्वर. അതിന് ഉദാഹരണം പറയാം. ദൈവാത്മാവ് എന്നോട് പറയുന്നത് ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയിലിട്ടു. പക്ഷെ ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയിലിടുമ്പോ അവന്മാർക്ക് അറിയത്തില്ല ഇതിനകത്തൊരു വിടുതലുണ്ടെന്ന്. उसके लिए जैसे आराधना करते हो आत्मिक स्तर जो खुलता है, उसके लिए एक उदाहरण है कि जब दानियल को सिंह के मांद में डाला गया तो उनको नहीं पता था वहां पे कार्य करने वाला एक सामर्थ्य है करके. ആത്മീയരുടെ പ്രത്യേകത, जो आत्मिक है उनका खासियत क्या है? അവരെ ഈ ലോകത്തിലെ പൈശാചിക ശക്തി ആത്മീയരെ കൊണ്ട് എന്തെയാ കെട്ടുമ്പോ, അല്ലെങ്കിൽ അത് ആത്മീയരെ കൊണ്ട് എന്താ ആന്റി പറയണത്, എനിക്ക് എന്നെ പറയാൻ എനിക്ക് ഒരു പ്രത്യേക നമ്മളെന്ത് പറയാ, എന്നാ അതിന് പറയണേ, എന്താ ആന്റി സുലു ആന്റി പറയണ്ടേ, യേശുയുടെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ ഇവര് പറയുന്നത് കെട്ടാണ്, അവിടെ ബന്ധനമാണ്, ഇവിടെ ബന്ധനമാണ് എന്ന് പറയുന്നില്ല. ആ സംഭവം എന്നെ ദൈവാത്മാവ് എന്നോട് സംസാരിക്കുന്ന ഒരു കാര്യം പറയാ, അത് ഇങ്ങനെ ഈ ലോകം പറയുമ്പോഴും അതിനകത്തൊരു ദൈവിക വിടുതൽ നമ്മുടെ മേൽ ദൈവം ചെയ്യും. जिस प्रकार इस सांसारिक ताकत हमें बांधने की कोशिश करते हैं, उस बंधन के बीच में परमेश्वर की सामर्थ हमें बंधन में डालने की अनुमति नहीं देता है. ആമേൻ. അതാ നമ്മുടെ ദൈവം. അതിനകത്ത് നമ്മൾ വീട് പോകത്തില്ല, हम उसमें नहीं गिरेंगे, അതിനകത്ത് തകർന്നു പോകത്തില്ല, उसमें हम पराजय नहीं होंगे, അതിനകത്ത് നമ്മൾ പ്രമോഷനോടെ പുറത്തു വരും. पर उसमें हम उन्नति के साथ आगे बढ़ेंगे. आमीन. കണ്ണുനീരാണോ സന്തോഷത്തിലേക്ക് വരും, अगर आंसू है तो आनंद में बदल जाएंगे, ദാരിദ്ര്യമാണോ സമൃദ്ധിയിലേക്ക് വരും. अगर हमारे जीवन में गरीबी है तो परमेश्वर उस दरिद्रता से परमेश्वर हमें उबार के लेके आएंगे. തലമുറയില്ലേ തലമുറയെ ദൈവം തരും. अगर हमारे पास पीढ़ियां नहीं है तो परमेश्वर पीढ़ियों से हमें आशीषित करेंगे. ഏത് മേഖലയ്ക്കകത്താണോ നമ്മൾ ഇപ്പോൾ സഞ്ചരിക്കുന്നത് അതിന് നേരെ മറുഭാഗം നമുക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. अभी जिस स्तर से हम होके गुजर रहे हैं उस स्तर को बदल के उससे उन्नति के स्तर में परमेश्वर हमें लेके जाएगा. ആമേൻ. പ്രാർത്ഥിച്ച സുനിൽ ആന്റി, ആന്റിയുടെ പേരെന്തോ, ആന്റി പ്രാർത്ഥിച്ച് കണ്ണാടി ആന്റി ആത്മാവിൽ പ്രാർത്ഥിച്ച് മലയാളിയാന്ന് വിശ്വസിക്കുന്നു. ഷാതല വൈശപ്രഭാതര ലാംശകേറ്റ വൈശപ്രഭാതര രഗസ്മന ലീബ്രകസറ്റ വൈശപ്രഭാതര റിമനഗടക ശന്തുന രഗൽക്കടക വൈഡ രഗതുനിയ സേബ്ര കഷൈഡ പ്രഭാതര. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നത് നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ പ്രവൃത്തി എപ്പോഴും നമ്മുടെ മുമ്പിൽ തുറന്നു വരും. ആമേൻ ആമേൻ. ദൈവാത്മാവ് പറയുന്നു, ഈ എന്നോട് പരിശുദ്ധ ഒത്തിരി അനുഭവങ്ങളെ പരിശുദ്ധാത്മാവ് ജനത്തിന്റെ മേൽ കൈമാറാനുണ്ടെന്ന്, ഒത്തിരി അനുഭവ സമ്പന്നം എന്ന് പറഞ്ഞ ദൈവാത്മാവ് പറഞ്ഞു അനുഭവത്തിലൂടെ ജനത്തെ ബലപ്പെടുത്താൻ. ഞാൻ പറയുന്ന വാക്ക് മനസ്സിലാവുന്നുണ്ടോ? ദൈവാത്മാ പറയുന്നു അനുഭവത്തിലൂടെ പറയാതിരിക്കരുത്, അത് പറയുമ്പോ ജനത്തിന്റെ മേൽ കർത്താവ് വിടുതലയ്ക്കുമ്പോ. എന്നോട് ദൈവം ആന്റി ഏത് സാഹചര്യത്തിനകത്തൂടെയാണോ ഒരു ദൈവിക വിടുതൽ അനുഭവിച്ചത്, എന്നോട് അതേപോലെയുള്ള ജനത്തിനു വേണ്ടി ദിവസങ്ങളിൽ കർത്താവ് ഇടിവിൽ നിർത്താൻ പോകുകയാന്ന്, അങ്ങനെയുള്ള ഏരിയ തന്നെ തുറന്നു തരാൻ പോകുകയാന്ന് എന്നോട് പരിശുദ്ധാത്മാവ് പറയാൻ പറയുന്നല്ലോ. ഷാദാല വൈശപ്രഭാതര റിബന ഹദുര രഗസ്മന റിഗതുരി ലിബ്രകസറ്റ വൈശപ്രഭാതര ലാബ്രകസറ്റ വൈശ്. എന്നോട് ദൈവാത്മാവ് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുന്നത് ടെസ്റ്റ് മണികൾ
ജീവിപ്പിക്കപ്പെടുന്ന ടെസ്റ്റ് മണി ജീവിപ്പിക്കപ്പെടുന്ന ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ പറയുന്നു. ഷാദല വൈശപ്രഭാതര കോള് വന്നോണ്ടേ ഇരിക്കുന്നു, സോറി. ആമേൻ 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 ആമേൻ. ഷാദല വൈശപ്രഭാതര ദൈവാത്മാ പറയുന്നു ടെസ്റ്റ് മണി ജീവിപ്പിക്കപ്പെടുന്ന ടെസ്റ്റ് മണികളെ കൈമാറാൻ പോകുക. അത് പ്രാർത്ഥിച്ചാണ്ടി ദൈവാത്മാവ് അത് എന്നോട് ദൈവം ഒതുക്കി ഇരുത്താൻ ദൈവം അനുവദിക്കത്തില്ലെന്ന് എന്നോട് പറയുന്നു. പരിശുദ്ധാത്മാവ് പറഞ്ഞു പുറത്തു വരാൻ സമയമായെന്ന്, എഴുന്നേറ്റ് ചലിക്കാൻ സമയമായെന്ന്, വാക്കുകളെ കൊണ്ട് വെലപ്പെടുത്താൻ സമയമായെന്ന്. എന്നോട് ദൈവം പറഞ്ഞു ഈ സാറയെ പറ്റി പറയുന്നത് പോലെ സാറ വാഗ്ദത്തത്തെ വിശ്വസിച്ചത് കൊണ്ട് ആമേൻ ആമേൻ അത് അവിടെ മേൽ അതെന്തു അങ്ങനെ തന്നെ വെളിപ്പെട്ടു. എബ്രായ ലേഖനത്തിനകത്തുണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു വിശ്വാസത്താൽ അവൾ വാഗ്ദത്തത്തെ ദൈവവചനം നമ്മളോട് പറഞ്ഞു വിശ്വാസത്തെ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാണ്. അന്യ നിങ്ങളുടെ വിശ്വാസം ഭയങ്കരമാണ്. വിശ്വാസം ഭയങ്കരമാ. മനുഷ്യൻ പറഞ്ഞ വിശ്വാസത്തിനകത്തല്ല, മനുഷ്യൻ പറഞ്ഞത് വിശ്വാസമല്ല. ദൈവം വിശ്വസിപ്പിക്കുവാൻ ദൈവം തന്നിരിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിനകത്ത് നിന്നുകൊണ്ട് ജനത്തെ നമ്മൾ എന്ത് ചെയ്യുക, ചേർത്ത് പിടിക്കാൻ തയ്യാറായാൽ മറ്റുള്ളവർ ജീവൻ പ്രാപിക്കുമെന്ന് ഷാദന റെഗൽക്കടക ഞാൻ പ്രാർത്ഥിച്ചു നിർത്താം. ആമേൻ ആമേൻ. ഇനി ഒരു അവസരം ദൈവം തന്ന തീർച്ചയായിട്ടും പ്രാർത്ഥനയോടെ കയറി വരാം. ദൈവം സഹായിക്കട്ടെ. അവൻ ഒത്തിരി പേരോട് സംസാരിക്കാനുണ്ട്. എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളെ ദൈവം ആത്മാവിൽ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ഈ 2026 ഒരു രഹബോത്ത് കേട്ടോ എന്ന് പറഞ്ഞാൽ ദൈവാത്മ പറയുന്നു 2026 പ്രത്യേകത ഇസഹാക്കിനെ പോലെ ഇറങ്ങി നിൽക്കുന്ന വർഷമാണെന്ന്. വാഗ്ദത്തത്തിന് വേണ്ടി ഇറങ്ങി നിന്ന് ചിലതിനെ കുഴിച്ചെടുക്കുന്ന, മണ്ണിട്ട് മൂടിക്കളഞ്ഞതിനെ മുഴുവൻ തുറന്നെടുക്കുന്ന ഒരു വർഷം കൂടിയാ. എന്നോട് ദൈവം രഹബോത്ത് ആര് ശണ്ടയിടാത്ത, ആര് ശണ്ടയ്ക്ക് വരാത്ത വർഷം കൂടെയാണെന്ന്. പുതിയ വർഷത്തിന്റെ പ്രത്യേകത. എന്നാൽ ഈ വർഷം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ദൈവമഹത്വം നമ്മുടെ മേൽ ചലിപ്പിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. സ്വർഗ്ഗപിതാവേ, നല്ല സമയത്ത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നപ്പാ. ഇങ്ങനെ ഒരു അവസരം കർത്താവേ അങ്ങയുടെ ദാസി എന്റെ മേൽ തന്നവനായി സ്തോത്രം ചെയ്തു. ഡിസിയാന്റിയാടിനെ ഓർക്കുന്ന കർത്താവ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയല്ലോ. സ്വർഗത്തിലെ ദൈവം നീ അനുഗ്രഹിക്കുക, സഹായിക്കുകയും ചെയ്യണമേ. എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സുലുവാന്റി ഓർക്കുന്നു. അപ്പൊ സ്വർഗത്തിലെ ദൈവം നീ അനുഗ്രഹിക്കണമേ. അത്ഭുതങ്ങളെ ചെയ്യും മഹത്വം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. എന്നോടും ദൈവാലോചന പറയാനുണ്ടെങ്കിൽ അത് പറയാം. ഞാൻ സമയത്തെ വേർതിരിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. വലിയൊരു ദൈവസ്ഥാനത്ത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് എന്നെയും ദൈവം നിയോഗിച്ചിരിക്കുന്ന ചില വിഷയങ്ങൾ നിങ്ങളുമായി കൈമാറുവാൻ സഹായിക്കട്ടെ. എൻ്റെ വീഡിയോക്ക് എന്തോ ഒരു ലാപ്ടോപ്പിന് എന്തോ ഒരു വിഷയം ഉണ്ടായിരുന്നു, ഓപ്പൺ ആകാൻ പറ്റുന്നില്ല. എങ്കിലും ആമേൻ ഖാല എൻ്റെ ശബ്ദം ഓഡിയബിൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ഓക്കെ ആണ്. താങ്ക് यू. आमीन. हमको मिठाई हम सब लोग प्रार्थना करेंगे. परमेश्वर की जो वचन आमीन हमसे जो बातें करना चाहते हैं, मैं प्रार्थना करते समय कई लोगों के बारे में परमेश्वर ने मुझसे भी बातें किया. मैं कई लोगों को ज्वाइन करने के लिए भी मैंने मैसेज डाला था. हालेलुया. मैं आशा रखती हूँ कि परमेश्वर नई वरदानों से कई लोगों को भरना चाहते हैं. हमें कितने लोग संतुष्ट है मैं नहीं जानती हूँ, लेकिन मैं आत्मिक में पवित्र आत्मा में बहुत खुश हूँ करके मैं ऐसा मैंने कई दर्शनों को देखने के लिए परमेश्वर ने सहायता किया. ഞാൻ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധാത്മാ എന്നെ ഇവിടെ ആമേൻ ചിലതിന്റെ ലെവൽ മാറുന്നൊരു ആമേൻ മേഖലകൾ, ആമേൻ ചിലരുടെ സ്ഥിതി മാറുന്നൊരു മേഖലകൾ. ഹല്ലേലൂയ. അസാധാരണമായി ഹല്ലേലൂയ. നാം ഇരിക്കുന്ന ഒരു ലെവലിനകത്തല്ല, പരിശുദ്ധാത്മ ഒരു വ്യത്യസ്തമായ തലത്തിലേക്ക് ദൈവം കൊണ്ടുപോകുന്ന ഒരു മൂവിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മേഖലകൾ പരിശുദ്ധാത്മ ദൈവാത്മ ഇങ്ങനെ പറയുന്നു, മുടക്കി കിടക്കുന്ന ചില വിഷയത്തിന്മേൽ ആരംഭം കുറിക്കുന്നു. हालेलुया. परमेश्वर ने पवित्र आत्मा ने मुझसे ऐसा कहा जो बंधा हुआ आमीन, जैसे कि आमीन कई दिनों से हम सुना है, कई सालों से हम सुन रहे हैं, लेकिन वो अब तक
अब तक चालू नहीं हुआ, लेकिन पवित्र आत्मा मुझसे कह रहे कि मैं उसको आरंभ करना चाहता, मैं उसको आरंभ करना चाहता। आमीन। अब तक आप लोग ने ऐसे ही प्रार्थना किया कि नहीं होगा, होगा नहीं होगा। आमीन। जो शक में बैठने वाले लोगों का हमें उस जबानों को परमेश्वर खोलने जा रहे. അവൻ പരിശുദ്ധാത്മ പറഞ്ഞ നാവുകൾ മേൽ അധികാരം തുടങ്ങാൻ പോകുന്നു. നാവിൽ മേൽ അധികാരം. ദൈവാളം പറഞ്ഞു ദേശത്തിൽ മേല് ആമേൻ അഴിച്ചുവിടുന്ന ചില മേഖലക്കകത്ത് നിന്റെ അധികാരത്തെ തുറക്കാൻ പോകുന്നു. आमीन आमीन. कई दिशाओं में आमीन जो हमें शैतानी शक्ति जो भी हमारे आत्मिक जीवन को रोक लगाने वाला उस समस्या को परमेश्वर तोड़ने जा रहे करके पवित्र आत्मा कह रहा है. हमें इन रात्रि काल में हमें इन पगल काले पगल सेक्शन में എത്ര പേര് ആ ദൂതിനെ ഏറ്റെടുക്കുന്നു. നിന്റെ നാവിൽ അധികാരത്തോടെ പുറപ്പെടുന്ന ഹല്ലേലൂയ. ആമേൻ. ട്രാൻസ്ലേഷൻ ചെയ്യട്ടെ, ആമേൻ വർഷിപ്പ് ചെയ്യട്ടെ, സ്തോത്രം എന്ന അധരങ്ങളെ സ്തോത്രം പറയട്ടെ. ഏത് രീതിയിലായാലും ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ചില അധികാരത്തോട് പുറപ്പെടാൻ പോകുന്നു. ദൈവാത്മാ പറയുന്ന ചിലത് നോക്കി നീ കൽപ്പിക്കുമ്പോൾ തന്നെ ദൈവിക സാന്നിധ്യം വെളിപ്പെടണം. पवित्र आत्मा ऐसा कह रहे कि जब आप कई लोगों को देखने में नहीं आप शांति हो जाओ और समाधान में रहो करके बोलने पर भी उनके जीवन में एक डिफरेंट हालेलुया हमें എങ്ങനെ ദൈവാത്മാ പറയുന്നു ചിലരുടെ കളി DNA പോലും ഹാലേലൂയ ചില പാരമ്പര്യമായി ചില സ്വഭാവങ്ങളുണ്ട്, ചില പാരമ്പര്യമായി ചില രോഗങ്ങളുണ്ട്, ചില പാരമ്പര്യമായി ചില മേഖലയിൽ കൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും ഇന്ന് പകൽ പരിശുദ്ധം പറയുന്നു നിന്റെ പ്രാർത്ഥന നിന്റെ വാക്കിൽ മേൽ അത് നിശ്ചലമാകുന്ന ആംധന റഗദന അധരഗദന റീകമന ഒന്ന് നീ ഒന്ന് കൽപ്പിക്കാൻ തയ്യാറാണോ? നീ ആയിരിക്കുന്ന ദേശത്തിന് നാല് ചുറ്റും നീ കരം വെച്ചെന്ന് പറ. ഈ ദേശത്തിൽ എന്നെ കൊണ്ടുവന്നെങ്കിൽ എന്നിലുള്ള ദൈവിക പ്രവൃത്തി ഒരു വ്യാപാര ശക്തിയോട് വെളിപ്പെടാൻ പോകുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആ ദൂതിനെ എത്ര പേര് ഏറ്റെടുക്കുന്നു? യെസ് ഹല്ലേലൂയ. ലിസ ഷാജി ആന്റിയോട് പരിശുദ്ധാത്മ പറയുന്നു ദൈവാത്മ പറയും ഈ ദിവസങ്ങൾ ചില രോഗികളുടെ അടുത്തേക്ക് അയക്കാൻ പോകുന്നു. ആമേൻ ഹല്ലേലൂയ. ചില രോഗികൾ ആമേൻ ഹല്ലേലൂയ ഔട്ട് ഓഫ് സ്റ്റേജ് കഴിഞ്ഞിരിക്കുന്ന കരമില്ല, സാധ്യതകളില്ല. പക്ഷെ പരിശുദ്ധം പറയുന്നു വെന്റിലേറ്റർ കടന്നാലും നീ അവിടെ ചെല്ലുമ്പോൾ പരിശുദ്ധാത്മ ദേവദാസിയോട് പരിശുദ്ധാത്മ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരുന്നപ്പോൾ ഹല്ലേലൂയ ജസ്റ്റിസ് ആലോചന പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആത്മാവിൽ ആരാധിച്ചപ്പോഴാണ് ലിസേജിയെ ഞാൻ പെട്ടെന്ന് ഞാൻ മെസ്സേജ് ഇടുകയും ചെയ്തു. പക്ഷെ പരിശുദ്ധാമന് ഞാൻ ആ സമയത്ത് ചിന്തിച്ചത് പോലും അല്ല. എന്നാൽ പരിശുദ്ധാമ എന്നോട് വ്യക്തമായി കാണിച്ചു ഒരു ഹല്ലേലൂയ രോഗക്കിടക്കയിൽ കിടക്കുന്ന മരണത്തോട് മല്ല് പിടിക്കുന്നിടത്തോട്ട് ദൈവം അയച്ച് ഹല്ലേലൂയ വലിയൊരു ശുശ്രൂഷ 2025 വരെ പ്രാപിച്ചൊരു ശുശ്രൂഷയുടെ തലമല്ല. പരിശുദ്ധാത്മ പറയുന്നു വലിയ ശ്രേഷ്ഠന്മാർ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ വേറെ പണ്ഡിതന്മാരുണ്ടായിരിക്കും. പക്ഷെ ആത്മാവ് നിന്നോട് വ്യക്തമായി പറയുന്നു മകളെ ചില അകത്തളത്തിൽ ശരീരത്തിന് അകത്തളത്തിൽ അബ്നോർമൽ ആയിട്ട് നിൽക്കുന്ന അതിന്റെ ഹല്ലേലൂയ അതിന്റെ ലെവൽ മാറി നിൽക്കുന്ന മേഖലകളെ നീ കരം വെക്കുമ്പോൾ തന്നെ അവരുടെ ശരീരത്തിന് DNA പോലും മാറ്റം വരുത്തുന്ന ഒരു ദൈവിക അഭിഷേകം ഇന്ന് പകൽക്കാലം നിന്നിൽ വ്യാപരിക്കുന്നുണ്ടെന്ന് പരിശുദ്ധാത്മാവ് അതിനെ റിസീവ് ചെയ്ത് അഭിഷേകത്തോടെ നീ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് രാത്രി ഈ പകൽ ഹല്ലേലൂയ ജീവിത ചരിത്രത്തെ ശുശ്രൂഷയുടെ ചരിത്രത്തെ നിന്റെ ജീവിതത്തിന് മാറ്റം കൊടുക്കുവാൻ തക്കവണ്ണം അന്യജാതിക്കാർ നിന്റെ മുന്നിൽ മുട്ടുമടങ്ങുവാൻ തക്കവണ്ണം ദൈവാത്മാവ് വ്യക്തമായി ദൂത് കൈമാറുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ആ ദൈവ പ്രവൃത്തിക്ക് വേണ്ടി മൂവിലേക്ക് നീങ്ങാൻ പറയുന്നു. ഹല്ലേലൂയ. എന്നാൽ ഈ ശുശ്രൂഷ പ്രാപിക്കുന്നതിന് മുന്നേ ഭവനത്തിനകത്തളത്തിൽ ഒരു കൊടുങ്കാറ്റുണ്ട്. പക്ഷേ കൊടുങ്കാറ്റിനെ കണ്ട് നീ ശ്വാസിക്കാൻ തയ്യാറാണെങ്കിൽ, തിരമാലകളെ കണ്ട് നീ ശ്വാസിക്കാൻ തയ്യാറാണെങ്കിൽ ആത്മാവ് നിന്നോട് വ്യക്തമായി യേശു തന്റെ ശിഷ്യന്മാരും ഹല്ലേലൂയ ഗദർ ദേശത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ ആമേൻ ഹല്ലേലൂയ തന്റെ യാത്രമതിൽ വലിയൊരു തിരമാലകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഹല്ലേലൂയ ശിഷ്യന്മാർ ഇങ്ങനെ ചോദിച്ചു, ആ ഗുരുക്ക് അറിയുന്നില്ലേ? പക്ഷേ
ഹല്ലേലൂയ. ആമേൻ. ഗുരു എഴുന്നേറ്റ് ഇങ്ങനെ പറയുന്നു, ഹേ കാറ്റേ നീ ശാന്തമാകുക. ശാന്തമായപ്പോൾ ഒന്നറിയാ, വലിയൊരു ശുശ്രൂഷയുടെ ഹല്ലേലൂയ കാലഘട്ടം മുന്നിൽ നിൽക്കുന്നു. ഈ ദിവസങ്ങൾ ഹല്ലേലൂയ കടന്നു പോകുന്ന ശോധനകൾ ഭവനത്തിന് ചാലി ചുറ്റിനും മുറുകപ്പെട്ട് ആമേൻ ഹല്ലേലൂയ വിടുന്ന ചില മേഖലകൾ പരിശുദ്ധ പറയുന്നില്ല. നിന്റെ വാക്തത്വങ്ങൾക്ക് ദൈവം ഒരു ക്രമീകരണം വെളിപ്പെടാൻ പോകുന്നു. ആമേൻ. ഒതുങ്ങിക്കൂടുന്ന ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയല്ല, നിന്റെ കാലിന് വിശ്രമമില്ലാതെ വേണ്ട ഞാൻ നിന്നെ ഓടിക്കാൻ ഈ ദിവസങ്ങൾ ഒരുക്കമാകുന്നു. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ ശരീരത്തിൽ ബലഹീനമാണെങ്കിൽ അതിനെ നീ ഹല്ലേലൂയ വകവെക്കാതെ വേണം. ഈ ദിവസങ്ങൾ ഞാൻ നിന്നെ ഹല്ലേലൂയ ചില മേഖലയ്ക്കകത്തേക്ക് ഞാൻ എടുത്തെറിയുന്നത് പോലെ ചില ദൈവിക മഹത്വം ഗ്ലോറി വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി ദൂത് കൈമാറും. അന്ധന രഗതന ശ്രീബാലകസ്ഥന ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ. ദൈവ പ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ കരം നീട്ടണമേ. ദൈവശക്തി വെളിപ്പെട്ട് വരട്ടെ. ദൈവിക സാന്നിധ്യം ഇപ്പോൾ തന്നെ വെളിപ്പെടട്ടെ. ഓറവന ഹദരഗതന റീഖാമന. ഇന്ന് പകൽക്കാല ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. ഇന്ന് പകൽക്കാല ദൈവ കൃപ വെളിപ്പെട്ട് വരട്ടെ. ഓ റീഖാബാറ കഷതറമന. അതെല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാവരും ദൈവസന്നിധി ഏൽപ്പിച്ചു കൊടുക്കുക. യെസ് ഹല്ലേലൂയ. ദൈവകരത്തിലൊന്ന് ഏൽപ്പിച്ചു കൊടുത്ത് റമന ഹദരഗതന അംനാരികന റിബാലഗസ്തനാരികണം ചൂടാരഗന്ധന. ഇത് പകൽക്കാല ദൈവ ശക്തിയോട് ഇത് പകൽക്കാല ദൈവ പ്രവൃത്തി ഏൽപ്പിച്ചു हमें ചിലതിന്മേൽ വെളിപ്പെടാൻ പോകുന്നു. परमेश्वर सभी से बात करना चाहते हैं. आइए हम सभी लोग परमेश्वर के समूह में बैठे. आमीन हालेलुया. आमीन आमीन हालेलुया. हदरगदन अमधना रिगनम शब्दम रिगनम झूरारगंधന. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ജോയ്സി പരിശുദ്ധ ആമേൻ. പരിശുദ്ധാത്മാവ് ഇങ്ങനെ ദൂത് കൈമാറുന്നു. ചില വേദി നിനക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. നീ പോലും അറിയാത്ത പെട്ടെന്നൊരു പിടിച്ചു കയറ്റുന്ന ഒരു വേദി, പെട്ടെന്നൊരു പിടിച്ചു കയറ്റുന്ന വേദി. ചില ടെസ്റ്റ് പണികളായിരിക്കും, ചിലപ്പോൾ ഒരു പാട്ടായിരിക്കും, ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കും. അന്ന് നിയമിച്ച വ്യക്തി ആരും വന്ന് കാണത്തില്ല. പക്ഷെ ദൈവം നിന്നെ അപ്പോയിന്റ്മെന്റ് നിനക്ക് വേണ്ടി കുറി വീഴുന്നു. ആമേൻ. ആ കുറിക്കകത്ത് ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. സക്കരിയാവിനോട് ദൂതൻ വന്ന് പറയുന്നത് പോലെ കുറി വീണത് സക്കരിയാവിന്റെ പേരിൽ. അത് ആമേൻ വീഴുമ്പോൾ ആമേൻ ദൂതൻ വന്ന് പറയുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ഹല്ലേലൂയ. നാളുകളായി നീണ്ട വർഷങ്ങളായി നീ പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന്മേൽ സ്വർഗത്തിലെ ദൈവം മറുപടി തന്ന് എന്റെ മഹത്വം വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് നിന്നോട് വ്യക്തമായ ദൂത് കൈമാറുന്നു. റമന ഹദരഗദന. മറ്റുള്ളവർക്ക് നടക്കാതിരിക്കും, അതൊന്നും എന്റെ കാര്യമല്ല. പക്ഷെ നിന്നെ ദൈവം വ്യത്യസ്ത തലത്തിലേക്ക് ഒരു മൂവ് ഓണിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. റമന ഹദരഗദന അന്ധന രഗത ശന്ധൻ ജിഗനം ചൂടാരഗന്ധന. ലിസിസ്റ്റോട് പരിശുദ്ധം പറയുന്നു, ഇന്നേക്ക് നീ കുറിച്ചു വെച്ചോ 4 മാസം 5, 6 ഈ മാസങ്ങൾ അവൻ നിന്നെ ഉറപ്പിക്കുന്ന കാലഘട്ടമാണ്. റമന ഹദരഗദന. അതുവരെയും ചലിക്കാത്തത് ഒന്ന് നിനക്ക് വേണ്ടി ഞാൻ ചലിപ്പിക്കുന്ന ദൈവമാണ്. അല്ല ഇതുവരെയും ചലിപ്പിക്കാത്തത് ഉറപ്പിക്കത്തില്ലെന്ന് വാദിച്ചു നിൽക്കുന്നെങ്കിൽ പരിശുദ്ധമ ഞാൻ നിന്നെ ഉറപ്പിക്കും. ഞാൻ നിനക്ക് വേണ്ടി ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്ന ദിവസങ്ങളാണ്. അധരഗതൻ ആര് കരുതും? പരിശുദ്ധം ഞാൻ നിനക്ക് ഹല്ലേലൂയ സ്വർഗീയ ഭണ്ഡാരം നിനക്ക് ഞാൻ തുറന്നു. ആമേൻ ഹല്ലേലൂയ. ഒന്നിനും മുട്ടുണ്ടാകാതെ വേണ്ട ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടുമെന്ന് പരിശുദ്ധം പറയുന്നു. ആമേൻ. ദൈവം ഇങ്ങനെ എന്നോട് ആത്മാവ് പറയുന്നു. ആമേൻ. ചിലർക്ക് അമ്മത്തി കുലുക്കി കൊടുക്കുവാൻ തക്കവണ്ണം നിന്റെ കരത്തെ ഞാൻ ബലപ്പെടുത്തുന്ന ദിവസങ്ങൾ അത് വിദൂരമല്ലെന്ന് ആത്മാവ് പറയുന്നു. പലപ്പോഴും നീ തീരുമാനമെടുക്കുന്നുണ്ട്. പലരുടെ സങ്കടങ്ങൾ വേദനകൾ കാണുമ്പോൾ നിനക്ക് ഒറ്റയ്ക്ക് നിന്ന് നീ കോണിലേക്ക് കടന്നുപോയി നീ വേദനിക്കുന്ന ചില മേഖല കർത്താവേ എന്റെ കരത്തിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് കൊടുക്കുമായിരുന്നു. പക്ഷേ ഹല്ലേലൂയ നിന്റെ ഹൃദയങ്ങളെ അറിയുന്ന ഒരു ദൈവാത്മാ പറയുന്നു, താമസമില്ലാതെ ചില യാത്രകൾക്ക് വേണ്ടി നീ ഒരുങ്ങിക്കൊള്ളാൻ ആത്മാ പറയുന്നു. യാത്രകൾക്ക് ആമേൻ ഒരുങ്ങുവാൻ തക്കവണ്ണം ദൈവകരത്തിൽ സമർപ്പിക്കാൻ തയ്യാറാണെങ്കിൽ അത്ഭുതത്തിന്റെ കരം ഇന്ന് രാത്രികാലം ഇന്ന് പകൽക്കാലം വെളിപ്പെടുമെന്ന് പരിശുദ്ധം പറയുന്നു. എന്നും നിന്റെ സ്ഥിതി ഇപ്പോഴായിരിക്കില്ല. പരിശുദ്ധം പറയുന്നു ഹല്ലേലൂയ. ഒതുങ്ങിക്കുറഞ്ഞ ശുശ്രൂഷയുടെ ആമേൻ മേഖലയ്ക്കകത്ത് നിൽക്കുന്ന ദാസിയെ പരിശുദ്ധം പറയുന്നു മുൻനിരയിൽ നിർത്തുവാൻ എന്റെ ദൈവത്തിന്റെ പദ്ധതി ഉണ്ടെന്ന്. ഞാൻ നിന്നെ കുടുംബമായി നിർത്തുമെന്ന് പരിശുദ്ധം പറയുന്നു. നീ ഇപ്പോൾ കാണുന്ന സാധ്യതകൾ അസ്തമിച്ച് നിൽക്കുന്ന അതിൽ മേലൊരു കിളിർപ്പ് വെളിപ്പെടുന്നാരോ പോലെ ദൈവപ്രവൃത്തി കിളിക്കുവാൻ പോകുന്ന പരിശുദ്ധാത്മാവ് വ്യക്തമായി ദൂത് കൈമാറുന്നു. അധരഗതന റിവാന അസ്തന റികാരഗന്ധന ആന്ധൻ ജീവനം ജീവാലകശന്ധന. ശരൺസനോട് പരിശുദ്ധം പറയുന്നു ഈ ദിവസങ്ങൾ നിന്റെ പ്രാർത്ഥന ഒന്ന് ഉയരണം. പരിശുദ്ധം പറയുന്നു ഹല്ലേലൂയ. ആമേൻ. 2026 തീരുന്നതിന് മുന്നേ നിന്റെ തലമുറയുടെ ശുശ്രൂഷയ്ക്ക് നീ
പങ്കാളിത്തമാകുവാൻ തക്കവണ്ണം നിന്നെ ദൈവം ഉപയോഗപ്പെടുത്തുമെന്ന് പരിശുദ്ധാത്മ പറയുന്നു. ഹല്ലേലൂയ. ഇപ്പോൾ പലരും നിന്റെ തലമുറ നോക്കി, നിന്നെ നോക്കി പലരും നടക്കത്തില്ല, പക്ഷെ ദൈവാത്മ പറയും നടക്കും. ആമേൻ. അവനെ ഉദരത്തിൽ വെച്ച് തന്നെ ഞാൻ കണ്ട പൈതലാണ്. പരിശുദ്ധനു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഏലിയാവിനോട് പറയുന്ന പോലെ കേരളത്തിലേക്ക് അവനെ കൊണ്ടുപോയി. ഏലിയാവിനെ, എനിക്കൊന്ന് സംസാരിക്കാനുണ്ട്. ഒറ്റയ്ക്കുള്ള യാത്രയില് പരിശുദ്ധാത്മാവിനെ ഒന്ന് സംസാരിക്കാനുണ്ട്. ആ ഒറ്റയ്ക്കുള്ള യാത്രക്കകത്ത് അവന്മേൽ പകർന്ന ഒരു അഭിഷേകം അസാധാരണമായിരുന്നു. അത് ആർക്കും പിടിച്ചു വെക്കാൻ പറ്റാത്തവണ്ണം ദൂരയാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിലേക്ക് ദൈവം ഈ ദിവസങ്ങൾ ആമേൻ കൊണ്ടുപോകാൻ ദൈവത്തിന്റെ പദ്ധതിയുണ്ടെന്ന് ആത്മാവ് വ്യക്തതയോട് ആലോചനകൾ അറിയിക്കുന്നു. റമന ഹദരഗദന. ഇന്ന് പകൽക്കാലം എത്ര പേര് സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. യസുദാ रगा रगम शमधना. इस रात्रि काल असाधारण मैं नीलम रानी से पवित्र आत्मा ऐसी बातें कर रहा है कि पवित्र आत्मा ऐसा कह रहा है कि आमीन हालेलुया ओ रवाना हदरगदन हालेलुया. जहां पर हालेलुया हालेलुया ओ रबा शमधना रिगना रिखामना. जहां पर कोई भी नहीं है वहां पर परमेश्वर की साया आपके साथ रहेगा. आमीन हालेलुया. इस दुनिया के सभी लोग ठुकराने पर भी पवित्र आत्मा कह रहे हालेलुया मैं तेरे लिए हालेलुया एक अच्छी माँ बनकर, मैं अच्छे एक पिता बनकर मैं तेरे साथ रहूंगा. हालेलुया. पवित्र आत्मा ऐसे ही कह रहे हैं कि आज के दिन पवित्र आत्मा के समूह में अपने आप को जरा समर्पण करे. हालेलुया. इस दुनिया के सभी लोग होने से भी पवित्र आत्मा आपके साथ ना रहने पर उसकी हमें दुखित ना हो, हमें दुखित होगा. लेकिन हालेलुया आमीन पवित्र आत्मा आपके साथ है. कोई भी आपके साथ ना रहने से उसमें दुख होने की कारण नहीं होगा. आज रात को हमें आज के समय पवित्र आत्मा कह रहे कि आपके शरीर को सर से लेके पांव तले तक रोज अपने आप को प्रार्थना में शामिल होने के लिए, वचन अपने आप में ग्रहण करने के लिए अपने अंदर हालेलुया. जब अकेले की रास्ताओं में अकेले भटकने लग जाएंगे उस समय इस वचन तुझे बल देगा. इस वचन तुझे स्वतंत्रता करेगा. इस वचन तुझे हालेलुया तेरी चंगाई को परमेश्वर बाहर लेकर आएगा. हालेलुया. कई समस्या आगे है लेकिन पवित्र आत्मा कह रहे वचन तुझे स्वतंत्र करने के लिए मैं तेरे साथ रहूंगा करके पवित्र आत्मा तुझसे अगुवाई करा. रमना हदरगदന ശംധന അംധന രഗദ റിഖമന. ആരും മൗനമായിരിക്കുക. ദൈവസത്യത്തിൽ ഏൽപ്പിച്ചുകൊടുത്ത് ദൈവ കരത്തിലൊന്ന് സമർപ്പിക്കാൻ തയ്യാറായിക്കേ. ഉറാമന ഹദരഗദന അദരഗദന റിഖമന ശംധന ധൂടം രഗംധന റിഗനം ജീവാലഗദരഗദന. दैव करते दयारानी से पवित्र आत्मा ऐसे कह रहे हैं हमें कई दिनों से पवित्र आत्मा में परमेश्वर में आगे बढ़ना है. जब हमें जो भविष्यवाणी सुनते समय बहुत उत्साह में रहते हैं लेकिन कुछ ही समय में हालेलुया हमें एक फूल किस तरह मुरझा जाता है उसी तरह अपने जीवन को मुरझा जाने वाला व्यवस्थाओं में ले जा रहा है. लेकिन आज पवित्र आत्मा कह रहे कि ये दिनों में हालेलुया मुरझाने वाला आत्मिक जीवन को साइड में रख पवित्र आत्मा की शक्ति से आगे बढ़ने के लिए कोशिश में रहो करके पवित्र आत्मा कह रहे हैं. रामना हदरगदना शंदना रिखमना. मैं पवित्र आत्मा ऐसा कह रहे हैं मैं तुझे कई वरदानों से भरना चाहता हूँ. हालेलुया आमीन. हालेलुया. कई दर्शनों में आमीन भविष्यवाणियों में हालेलुया मैं तेरे जबानों में अधिकार देना चाहती हूँ. हालेलुया. आज के दिन हालेलुया प्रभु मेरी जबानों से मैं कई लोगों को भविष्यवाणी कहना है तो आज से जो नेगेटिव उसको मैं कहती हूँ जो नेगेटिव मेरे हृदय के अंदर हो रही उससे परमेश्वर दूर कर दे. आज मेरे जो हालेलुया मानसिक तौर में जो कमजोरी है परमेश्वर मुझे उसमें से मुक्त करके पवित्र आत्मा की शक्ति में उसकी इच्छा के अनुसार मुझे आगे ले चलने के लिए अपने आप को समर्पण करने के लिए परमेश्वर से अगुवाई करने के लिए पवित्र आत्मा कह रहे हालेलुया. आज इस दिनों में हालेलुया इस दुनिया के सुख दुख को हमें हालेलुया उसे हमें उसके आगे बढ़ने के लिए प्रभु मुझे सहायता करेंगे करके उस बलों में शक्तियों में ये दिनों में प्रार्थना में उपस्थित रहने के लिए पवित्र आत्मा आपसे अगुवाई करें. हालेलुया हमें हालेलुया बलहदरगदना हमधन रिगा रगम शंधना रिगनम झूड़ा रगम
अदरगदन रेखा मन हस्तना रिगनम शमना नीलिस से पवित्र आत्मा ऐसा कह रहा है, ये दिनों में प्रार्थना में मगन रहो। कई समस्या हमें किसी के कहने पर, किसी के बोलने पर हमें कई दुखी होगा, लेकिन उसको खाली ध्यान ना रखे, आगे बढ़ने की कोशिश करो। मैं तेरे लिए अद्भुत कार्य करूंगा, हालेलुया, मैं तेरे लिए अद्भुत कार्य करेगा। किसी बात के लिए कम ना होते हुए परमेश्वर की सारा पवित्र आत्मा की कृपा, मैं तुझे हाथ पकड़ के आगे चलाने वाला परमेश्वर है करके आज के दिन भूल मत जाना। परमेश्वर आत्मा कह रहे हैं आमीन, कलीसिया के लोग, आमीन, कई लोग हमें प्राथमिक जीवन में हालेलुया आपको आगे बढ़ाने वाले लोग ही हमें कई दुख पहुंचाएगा, लेकिन उसको ध्यान न रखते हुए परमेश्वर के ऊपर हालेलुया पूरी तरह से भरोसा में रहे। परमेश्वर आपके जीवन में, अनेक लोगों के, आपके पारिवारिक जीवन में, आत्मिक जीवन में आपके द्वारा अनेक लोगों को आशीषित होगा करके पवित्र आत्मा आपसे अगुवाई कर रमना हदर गदना आमथना रिगनम शमधन दिगनम। हालेलुया, प्रभु जी धन्यवाद करते प्रभु जी। ज्वाला से परमेश्वर ऐसे कह रहा है कि पवित्र आत्मा कह रहे हैं आमीन, जितनी जल्दी हमें नजदीकी हालेलुया हमें जो आशीष के लिए, जो हालेलुया छुटकारा के लिए आगे बढ़ रहे हैं, उसी समय में अपने आप को पवित्र आत्मा के समूह में हालेलुया घुटने टेकने के लिए पवित्र आत्मा कह रहे हैं। कुछ समस्या, कुछ दुर्घटना आपके सामने है, लेकिन उस दुर्घटना में परमेश्वर की बल और शक्ति पाने के लिए ये दिनों में समय निकाल कर पवित्र आत्मा के समूह में आमीन, जितनी जल्दी हो आमीन समय पर पवित्र आत्मा ऐसा कह रहा है 3 दिन के लिए परमेश्वर के समूह में अलग होकर बैठने के लिए पवित्र आत्मा आपसे अगुवाई करे। इस अलग बैठने से, कई समस्याओं से जीतने के लिए पवित्र आत्मा आप में कृपा देंगे करके, आयु बढ़ा कर देगा, बल और शक्ति देगा करके पवित्र आत्मा कह रहे हैं। आमीन, ये दिनों में हालेलुया पवित्र आत्मा के समूह में रोज प्रार्थना कर रहे, हमें बाइबल पढ़ रहे, ये नहीं केवल परमेश्वर से कहे परमेश्वर आप मेरे बारे में क्या चाहते हैं, मैं उस तरह नहीं आया, इसलिए मैं आपके समूह में क्षमा मांगती हूँ। हालेलुया, परमेश्वर के समूह में जो निर्णय लिया उस निर्णय प्रकार में परमेश्वर के समूह में आने के लिए पवित्र आत्मा आपको अगुवाई कर रहा। रमन हदर गदना अंधना रगना झूडम रगमधना रिगनम शिवालग शमदना अदर गदना रेखा मन हदर गदना। किरण से पवित्र आत्मा कह रहा है परिवार संघ हालेलुया आमीन, कहीं पर भी आमीन हालेलुया आमीन, जहां पर दबा कर रखने वाले कई लोग हैगा, लेकिन पवित्र आत्मा कह रहे हैं 2026 आपके जीवन में आमीन हालेलुया दबाने वाले लोग दबाने दो हालेलुया, लेकिन आपको परमेश्वर बाहर ले आने का समय निकट हुआ। ये दिनों में हालेलुया कई बार हालेलुया समस्याओं के आमीन, दिक्कतों में आमीन, परेशानियों में गुजरने वाले हर समस्या है, लेकिन उस समस्या को देखकर ऐसा अधिकार से कहे हे समस्या तुझ पर हालेलुया, तुझे मुझ पर अधिकार नहीं है। आमीन, ये दिनों में हालेलुया आमीन, जो परमेश्वर ने जो दिया वरदानों को आमीन अनेक लोगों के बीच में बांटने जैसा परमेश्वर तुझे उपयोग करूंगा। हालेलुया आमीन, एक झुंड के बीच में नहीं, एक केवल बाउंड्री के अंदर नहीं, परमेश्वर कहता है हाल एक सुपरनैचुरल आमीन हालेलुया सेवकाई के लिए परमेश्वर तुझे हाथ पकड़कर बाहर लेकर आकर मेरी महिमा के लिए, मेरे परमेश्वर की महिमा के लिए मैं तुझे उपयोग करूंगा करके पवित्र आत्मा आपसे हालेलुया आज अगुवाई कर रमन हदर गदना अंधना रगना शमधन जिगना झूडम रगमदना हदरगदन रिबालगस्तनंदना रिगना उडा मना हदरगदन रिबालगस्तम धंजिगनम झूडा रिगमदना हदरगदन रिबालगस्तनंदना रिगना പരിശുദ്ധാത്മാ ചിലതിനോട് പരിശുദ്ധാത്മ ഇങ്ങനെ ദൂത് കൈമാറുന്നു. ഹല്ലേലൂയ. ചില എഴുത്തുകളെ ദൈവം മാറ്റാൻ പോകുന്നു. ഹല്ലേലൂയ. എഴുതി വെച്ച ചിലതിനെ കീറാൻ പോകുന്നു. ഹല്ലേലൂയ. അവൻ നിനക്ക് വിരോധമായി എഴുതിയിരിക്കുന്ന ചില രേഖകളെ അവൻ പിഴുതുമാറ്റുന്നത് ദൈവപ്രവൃത്തി. ഞാൻ വ്യക്തിജീവിതങ്ങളുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ ഇന്ന് രാത്രിക്കാലം നീ ഉറപ്പിച്ച് പ്രാർത്ഥിച്ചു അവൻ നിനക്ക് വിരോധമായി ചലിക്കുന്ന ചില രേഖകൾ ഭാഷ ഏറ്റെടുത്തു. ഇന്ന് രാത്രി ഇന്ന് പകൽക്കാലം ഷൈനി ഏറ്റെടുത്തു, ജോൺ ഏറ്റെടുക്ക്. നിനക്ക് വിരോധമായി മനുഷ്യൻ എഴുതുന്ന രേഖകളെ സ്വർഗം ഇന്ന് ആമേൻ ഹല്ലേലൂയ കീറിക്കളയുന്നത് പോലെ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഈ ദിവസങ്ങൾ പ്രാപിച്ച അഭിഷേകത്തോട് ഒതുങ്ങി നിൽക്കാനല്ല, ഒരു അസാധാരണമായ ദൈവസ്ഥാനത്ത് ഒരു അധികാരം നിനക്ക് തരികയില്ലെന്ന് വാദിച്ച ചില മേഖലകളെ സ്വർഗം അതിനെ കീറിക്കളെ അധികാരത്തിലേക്ക് കൊണ്ടു നിർത്തുവാൻ എന്റെ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പകൽക്കാലം എത്ര പേര് വിശ്വസിക്കുന്നു? യെസ്, ജനിച്ചയുടെ പരിശുദ്ധം പറയുന്നു ഈ പ്രാർത്ഥന പോരാ,
ഈ കണ്ണുനീര് പോലെ നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് ദൈവവേലയ്ക്ക് വേണ്ടിയാണ്. പലപ്പോഴും നീ ചിന്തിക്കുന്ന കർത്താവേ കഴിവില്ല, പക്ഷെ പരിശുദ്ധം പറയുന്നു ഞാൻ നിന്നിൽ തന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ വ്യാപാരങ്ങളെ നീ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞാൻ അതിന്റെ വർധനത്തിലേക്ക് കൊണ്ടുപോകാൻ എന്റെ ദൈവത്തിന്റെ പദ്ധതിയുണ്ടെന്ന് പരിശുദ്ധാത്മ വ്യക്തമായി ദൂത് കൈമാറുന്നു. കർത്താവിന്റെ ദാസി ലിസയോട് വീണ്ടും പറയുന്നു, കർത്തദാസിന് വേണ്ടി ശക്തമായ ദൈവസന്നിധി ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധാത്മാവ് വീണ്ടും ആലോചന അറിയിക്കുന്നു. റമന ഹദരഗദന അമ്മയോട് പരിശുദ്ധാത്മാവ് പറയുന്നു ഈ ദിവസങ്ങൾ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. പരിശുദ്ധം എങ്ങനെ പറയുന്നു, പലരും നോക്കി ഇതാ സംഭവിക്കുമെന്ന്, ആമേൻ മിരിയാമ പറഞ്ഞതുപോലെ ഇതാ മോശയ്ക്ക് സംഭവിക്കുമെന്ന് പറഞ്ഞു ഒളിഞ്ഞു നിൽക്കുന്നവരുടെ മധ്യയില് ആമൻ മോശ ആരെന്ന് വെളിപ്പെടുത്തുന്ന ഒരു ദൈവിക ശുശ്രൂഷകൾ ഹല്ലേലൂയ, ഒരു കാലഘട്ടങ്ങൾ മുന്നിൽ നിൽക്കാൻ പോകുന്നത് പരിശുദ്ധാത്മ പറയുന്നു. ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ. പലപ്പോഴും ഹല്ലേലൂയ ആമേൻ ദൈവപ്രവൃത്തിക്കായി ആമേൻ ഹല്ലേലൂയ ഏൽപ്പിച്ചു കൊടുക്കാൻ ദൈവം പറയുന്നു. ഹല്ലേലൂയ. നോക്കുമ്പോ അഹരോനും ഹല്ലേലൂയ ആമേൻ മിരിയാമും കൂടെ ഉണ്ട്. പക്ഷെ മോശയ്ക്ക് ഒരു വ്യത്യാസമായുണ്ട്. ഒരേ അപ്പന്റെ അമ്മയുടെയും ഹല്ലേലൂയ മക്കളായി ജനിച്ചെങ്കിൽ രണ്ട് വ്യക്തി ജീവിതങ്ങൾ ഒറ്റ നോക്കിക്കൊണ്ടിരിക്കുന്ന മധ്യയില് മോശ നീ ആരെന്ന് വെളിപ്പെടുത്തുന്ന ദിവസങ്ങൾ 2026 നീ കുറിച്ചു വെച്ചോ. ആമേൻ ഹല്ലേലൂയ. അടിസ്ഥാനങ്ങൾ പോലും ഹല്ലേലൂയ ഇളക്കുന്നത് പോലെ, ഇത് എങ്ങനെ സംഭവിച്ചെന്നത് പോലെ ഒരു ദൈവിക പ്രവൃത്തി വെളിപ്പെട്ട് ഉയർത്തി കാണിച്ചു വലിയൊരു സാക്ഷിക്ക് ഉടമയാകുമെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി ദൂത് കൈമാറുന്നു. ദൈവകൃപ വെളിപ്പെടട്ടെ, ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്ന് പകൽക്കാല ദൈവ സാന്നിധ്യം ദൈവാത്മാവ് വ്യക്തമായി പറയുന്നു. ദൈവപ്രവൃത്തി വിധി ദൈവസന്നിധി ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥനയും മുന്നേറാൻ ദൈവം പറയും. ദൈവം പറഞ്ഞു ഭയങ്കര ക്ഷീണതയാണ്, പ്രാർത്ഥിക്കണമെന്നുണ്ട്. ആമേൻ. എന്നാൽ പ്രതികൂലത്തിന്റെ മധ്യയില് പ്രാർത്ഥിക്കാൻ പറ്റാതെ വേണം ക്ഷീണതയായിരിക്കണം. എന്നാൽ അതിനെ നോക്കി നീ ഒതുങ്ങിപ്പോകാനല്ല, കൊടഞ്ഞെഴുന്നേക്കാൻ തയ്യാറാണോ? ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. നിന്നെ തകർക്കാൻ ആർക്കും കഴിയും. എന്നേ നീ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോകേണ്ടതാ. നിന്നെ ഇതുവരെ നിർത്തിയ ദൈവത്തിന്റെ കൃപ എന്തുകൊണ്ടെന്നറിയോ? നിന്നിൽ കിടക്കുന്ന 2 തലമുറയുടെ വാഗ്ദത്തങ്ങൾ അതൊരു ജയഘോഷമായി നടത്തുവാൻ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത്. എന്നെ മനസ്സിലാലില്ല, മണ്ണോട് മണ്ണ് മറഞ്ഞു പോകണ്ട അവസ്ഥകൾ നിന്റെ ജീവിതത്തിൽ കടന്നുപോയി. പക്ഷെ ദൈവസന്നിധി ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ യഹോവയുടെ നീതിബലം വെളിപ്പെട്ട് മഹത്വം വെളിപ്പെടുവാൻ എന്റെ ദൈവത്തിന്റെ പദ്ധതി ഉണ്ടെന്ന് പരിശുദ്ധാത്മ പറയുന്നു. ഹല്ലേലൂയ. അബിയോട് പരിശുദ്ധ നിന്റെ ദേശത്തിൽ നീ ഇപ്പോൾ പാർക്കുന്ന ദേശത്തിൽ ചില പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുമെങ്കിലും നീ മൗനമായിരുന്ന പ്രാർത്ഥിച്ചോ. നിന്റെ ഭവനത്തെ, നിന്റെ സഹോദരങ്ങളെ ഞാൻ സുരക്ഷിതമായി നിർത്താൻ എന്റെ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. പ്രാർത്ഥന കുറയല്ലേ, നിലവിളി കുറയല്ലേ. ഹല്ലേലൂയ. പ്രിയമാതാ, ഒരുമിച്ച് കരങ്കോർത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചോ. അത്ഭുതത്തിന്റെ കർത്താവ് ആമേൻ വേർതിരിച്ച് പ്രാർത്ഥിക്കുന്ന ജനവും വേർതിരിച്ച ജനത്തിന്മേൽ വ്യത്യാസം കൊടുക്കുന്ന പോലെ ഒരു ദൈവിക ഗ്ലോറി വെളിപ്പെട്ട് മഹത്വത്തിലേക്ക് ദൈവം മൂവിലേക്ക് കൊണ്ടുപോകുമെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തിയോട് ആലോചന കറിയിച്ചു. തലമുറയ്ക്ക് വേണ്ടി ശക്തമായി ഒരു ദിവസക്കാലം വേഗം നിന്റെ പാതപടത്തില് മുട്ടുമടങ്ങാൻ ആത്മാവ് പറയുന്നു. നിന്റെ തലമുറയ്ക്ക് വേണ്ടി വേഗം തലമുറയ്ക്ക് വിരോധമായി ചലിക്കുന്ന ചില ആയുധങ്ങൾ, ചില ചിന്തകൾ, വിചാരങ്ങള്, ആമേൻ, ചില ഹല്ലേലൂയ പ്ലാനുകളെ തകർക്കുന്ന ഒരു ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിൽ മുന്നിലുണ്ടെന്നാൽ ശക്തമായി ഒരു ദിവസക്കാലം ദൈവസന്നിധിയിൽ നിന്റെ തലമുറയോർത്ത് പ്രാർത്ഥിക്കാൻ ആത്മാവ് വ്യക്തതയോട് ചോദിച്ചോട് ദൈവാത്മാവ് അറിയിക്കുന്നു. കർത്താവേ, ജനം ദൈവകരത്തിലെത്തിക്കണം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ മറയ്ക്കണം. പരിശുദ്ധ ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവിന്റെ കരത്തിൽ ഏൽപ്പിച്ചിരുന്നു. ഓരോ വ്യക്തിചുതങ്ങൾക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അധികാര നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.